ചിരിപ്പിക്കുന്നത് എൻ്റെ തൊഴിലാണ്. പ്രധാന തൊഴിൽ പ്രസംഗിക്കുന്നതാണ്. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് ഒരിക്കലൂടെ അവസരം തന്നതോർത്ത് സ്തോത്രം. ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ചർച്ചൊക്കെ പണിത് കാണും, അതിനകത്ത് കയറി ആരാധിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. നിങ്ങൾക്ക് എന്നെ അറിയാമോയെന്നറിയത്തില്ല. ഞാൻ ഈ ചർച്ചിലെ അസോസിയേറ്റ് പാസ്റ്ററാണ്. അദ്ദേഹമാണ് പാസ്റ്റർ, ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് പാസ്റ്ററാണ്. വല്ലപ്പോഴും വർഷത്തിലൊരിക്കലെങ്ങാണോ ഒന്ന് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 വർഷത്തിലൊരിക്കൽ വരും. വീണ്ടും ഒരിക്കലൂടെ വരാൻ കർത്താവ് കൃപ ചെയ്തു. 5 മക്കൾ, 4 പേര് ഫുൾ ടൈം ദൈവവേലക്കാർ. ഒരാൾ രൂപ ഉണ്ടാക്കി രൂപ കൊണ്ട് ശമ്പളമാണ്, രൂപ കൊണ്ട് ദൈവവേല ചെയ്യുന്ന മനുഷ്യർ. അങ്ങനെയാണെങ്കിൽ എൻ്റെ 5 മക്കളും ദൈവവേലക്കാരാണ്. കൊച്ചുമക്കൾ ആരും ഇതുവരെ ദൈവവേലയിലായിട്ടില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ 3-4 എണ്ണമെങ്കിലും, 9 ഉണ്ടല്ലോ, 3-5 പേരെങ്കിലും ദൈവവേലയിലായി തീരണമേ. അത് കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ ഇഷ്ടം. പക്ഷേ എനിക്ക് ആഗ്രഹമാണ് എൻ്റെ തലമുറയിൽ എപ്പോഴും ആരെങ്കിലും ദൈവവേലയിൽ ഉണ്ടായിരിക്കണം. ഒരു ഒരു ബുക്ക് സ്റ്റാൾ എവിടെയെങ്കിലും കാണും, അവിടെ പുസ്തകം കാണും, എടുത്തുകൊണ്ട് പോകാം, ഫ്രീ ആണ്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരെണ്ണം. ഒരു ന്യൂസ് ലെറ്റർ കാണും, കൊണ്ടുപോയാൽ പ്രാർത്ഥിക്കാനൊക്കെ. അതിനകത്ത് നോക്കിയാൽ കാണാം. ഞാൻ ഫെബ്രുവരി 16 വരെ ഓടി നടന്ന് ഇവിടെ നിന്ന് കോഴിക്കോടും അതിനപ്പുറത്തോട്ടും ഒക്കെ അങ്ങ് പ്രസംഗിക്കുകയാണ്, തിരുവനന്തപുരം മുതൽ. അപ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം വല്ലപ്പോഴും ഒക്കെ. അപ്പോൾ അത് പ്രയോജനപ്പെടും. മൂന്നാമത്തെ കാര്യം, അവിടെ ഒരു ബുക്ക് മാർക്ക് കാണും. എൻ്റെ കയ്യിലില്ല ബുക്ക് മാർക്ക്, അവിടെ കാണും. ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ? ബുക്ക് മാർക്ക് അവിടെ ഉണ്ട്. അത് 1, 2, 3 എടുത്തുകൊണ്ട് പോകാം, പ്രാർത്ഥിക്കണം. എല്ലാ തിങ്കളാഴ്ചയും ഞാൻ, ഈ തിങ്കളാഴ്ച കാണത്തില്ല, എല്ലാ തിങ്കളാഴ്ചയും, ഇത് വർഷാവസാനം ആയതുകൊണ്ട് മാറ്റിയത്, അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ വാട്സപ്പിനകത്തൊരു സന്ദേശം പറയുന്നുണ്ട്. വാട്സപ്പല്ലല്ലോ, സൂമിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ഫോൺ നമ്പറിലോട്ട് നിങ്ങളുടെ പേരും സ്ഥലപ്പേരും അയക്കാമെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. വേണമെങ്കിൽ ചേരാം. ഞാൻ സഭ മാറാൻ പറയത്തില്ല, എനിക്ക് രൂപ തരാനും പറയത്തില്ല. വചനം പഠിപ്പിച്ച് മുമ്പോട്ട് പോകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു ഫലിതം പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ പോവുക. എനിക്ക് 2 മണിക്കൂറാണ്. ഒരു കുടുംബത്തിന് ഒരു കലണ്ടർ, അതും ഫ്രീയാണ്. കർത്താവേ, ഈ മനുഷ്യനെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നവനാണ്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി രൂപ ഉണ്ടാക്കിക്കൊണ്ട് വരും. എനിക്ക് കുറച്ച് കൂട്ടുവേലക്കാരുണ്ട്, അവരെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും. ഞാനും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ കലണ്ടറുമുണ്ട്. ഒരു കുടുംബത്തിലേക്ക് ഒരു കലണ്ടർ. ഇതെന്നെ കലണ്ടർ. അതിനകത്ത് കാണുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. ഈ ഒരു മാസത്തിൽ തന്നെ ഞങ്ങളുടെ 4-5 പേർക്ക് അടിയുണ്ട്, ജയിലിൽ കിടക്കുക. ഒരാളിനെ ഇരുമ്പ് വടി വെച്ച് അടിച്ചു. ഒരു മുടന്തൻ, നേരെ നിൽക്കാൻ വയ്യാത്ത ഒരു മുടന്തൻ, നേരെ നിൽക്കാൻ കഴിയാത്ത ഒരുത്തൻ്റെ മുടന്തൻ്റെ 3 വടി എടുത്തു കഴിഞ്ഞ് വെച്ചെടുത്തിട്ട് അടിച്ചു. എന്നിട്ട് അയാളെയും ഭാര്യയും കുഞ്ഞിനെയും കൂടെ ജയിലിൽ കൊണ്ടുപോയി. അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. അപ്പോൾ കലണ്ടർ കാണുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഒരു ഫലിതം പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ പോവാണ്. ഈ പണ്ട് സാഹിബ്മാർ ഇന്ത്യയിൽ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ചർച്ച പണിതു. കേരളത്തിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ലതായിട്ട് ചെയ്തു. കാരണം ഇവിടെ ഉള്ളവരെയൊക്കെ അവിടുത്തെ മിഷണറിമാർ അച്ഛന്മാരാക്കി, തിരുമേനിമാരാക്കി. തന്നെയല്ല, മിഷണറിമാർ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സഭകളുണ്ടായിരുന്നു. യാക്കോബ സഭ, കത്തോലിക്ക സഭ, ഈ 2 സഭകളും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് മർത്തോമ സഭ ഉണ്ടായത്. അതുകൊണ്ട് ഇവിടുത്തെ സഭ ഉറച്ചതായിരുന്നു. തമിഴ്നാട്ടിൽ, സഭയാർത്ഥം അധികം പേർക്കും അറിയത്തില്ല, തമിഴ്നാട്ടിൽ ഒരാൾക്ക് അച്ഛനാവാനായിട്ട് കോർട്ടിൽ പോയി കേസ് കൊടുക്കേണ്ടി വന്നു. കാരണം മിഷണറിമാരാക്കത്തില്ല, ഇവരെ കൊണ്ടൊക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട്. ബിഷപ്പ് ആവാനായിട്ടും കേസ് കൊടുക്കേണ്ടി വന്നു. ആ ബിഷപ്പിനെ എനിക്കറിയാം, അവിടെ മോളെ എനിക്ക് പരിചയമുണ്ട് നേരെ. അയാളെന്ന് പറഞ്ഞ് തെറ്റിപ്പോയി. അദ്ദേഹത്തിൻ്റെ മകളെ ഭയങ്കര ആത്മാഭിമാനിയായിരുന്നു അദ്ദേഹത്തെ. ആർക്കെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ വെബ് പേജിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുന്നത് നല്ലതായിരിക്കും. ഫസ്റ്റ് ബിഷപ്പ് ഓഫ് തമിഴ്നാട്, ഡിണ്ടിഗൽ, ഫസ്റ്റ് ബിഷപ്പ് ഓഫ് ഡിണ്ടിഗൽ. കോർട്ട് കേസ് കൊടുത്തിട്ട് ഇംഗ്ലണ്ടിൽ പോയി പ്രസംഗിച്ച ഒരു പ്രസംഗം അതിമഹത്വമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഡോണ്ട് ഗീവ് അസ് മണി, ഗീവ് അസ് റെസ്പെക്റ്റ്. സാഹിബ്മാർ വിചാരിച്ച രൂപ കൊടുത്താൽ എല്ലാവരും അടിമകളായിരിക്കുന്നു. അതവിടെ ചെന്ന് പറഞ്ഞു, മുണ്ട് കൊടുത്തോണ്ട് മുണ്ടിൻ്റെ പുറത്ത് കോട്ട് വിട്ട് കുപ്പായം ഇട്ട് അവിടെ ചെന്ന് പറഞ്ഞു, ഡോണ്ട് ഗീവ് അസ് മണി, ഗീവ് അസ് റെസ്പെക്റ്റ്. സാഹിബ്മാരൊക്കെ കുലുങ്ങിപ്പോയി. ഓക്കെ, വടക്കേ ഇന്ത്യയിൽ അതിലും പരിതാപകരമായിരുന്നു.
അവിടെ കൂട്ടമായിട്ട് മാസ് കൺവേർഷൻ എന്ന് പറയും. മാസ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് അങ്ങ് സ്നാനപ്പെടുക. ഒരു ജാതി മുഴുവൻ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നായന്മാർ മുഴുവൻ അങ്ങ് ആവാം. അങ്ങനെ ഒരിക്കൽ കക്കൂസിലെ മലം കോരി ദൂരെ കൊണ്ട് കളയുന്ന ഒരു ജാതി പഞ്ചാബിൽ, കാശ്മീരിലില്ല, പഞ്ചാബിൽ, ജമ്മു പോലും പഞ്ചാബിലെയാണ്. അവരെല്ലാവരും ക്രിസ്ത്യാനികളായി. 99% ആളുകളും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയിലൂടെ, വെബ് പേജിൽ പോകാൻ അറിയാവുന്നവർക്ക് നോക്കാം, പ്രേയിങ് ഹൈഡ്, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ ക്രിസ്ത്യാനികളായി. അപ്പോൾ എല്ലായിടത്തും പള്ളികൾ പണിതു, മധ്യപ്രദേശിൽ പണിതു, എല്ലായിടത്തും പണിതു. അവരെല്ലാം ആരാധിക്കാൻ വരും. പെട്ടെന്ന് ഇവിടുന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അച്ഛന്മാരില്ല. അപ്പോൾ അവിടുത്തെ പട്ടിയെ നോക്കുന്നവനും ഗാർഡൻ തോട്ടത്തിലെ ചെടികളൊക്കെ നോക്കുന്നവരെയൊക്കെ പിടിച്ചങ്ങ് അച്ഛനാക്കി. അവരെല്ലാം കസേരയിലിരുന്നു. ആളുകളാരും വരാതായി. ഇപ്പോഴും നിങ്ങൾ വരാമെങ്കിൽ ഞാൻ കാണിക്കാം. മധ്യപ്രദേശിൽ ഹോഷംഗാബാദിലെ ഒരു ചർച്ച്, 5 ഏക്കർ ഭൂമിക്കകത്തൊരു ചർച്ച്, സിറ്റിയുടെ നടുക്ക് കക്കൂസാക്കി. എൻ്റെ കൂടെയുള്ള ഷാജി വർഗീസിൻ്റെ അപ്പൻ ബാബു വർഗീസ് കൊട്ടാരക്കരക്കാരനാണ്. അദ്ദേഹം ഒരു കേസ് കൊടുത്തു, ഒരു അപേക്ഷ കൊടുത്തു ഇന്ദിരാഗാന്ധിക്ക്. അങ്ങനെ ചർച്ച് തിരികെ കിട്ടി. ഇപ്പോഴും അവിടെ ഒരു ചർച്ച് കള്ളുഷാപ്പാണ്. പരിതാപകരമായ നില. ഓക്കെ, ഇനിയും ഫലിതം പറയാൻ പോവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചർച്ചിൽ ആരും വരുത്തില്ല. അച്ഛൻ മാത്രം ഇരിപ്പുണ്ട്, അച്ഛൻ്റെ ഭാര്യയുണ്ട്. അവരെ അത് ഒഴിഞ്ഞു കൊടുക്കത്തുമില്ല. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്തൊക്കെ പോച്ച, നിങ്ങൾ വരാമെങ്കിൽ ഞാൻ കാണിക്കാം, അങ്ങനെയുള്ള ചർച്ചകൾ ഇപ്പോഴും കാണിക്കാം. അതിനകത്ത് പോച്ചയൊക്കെ കളിക്കാൻ തുടങ്ങി. ഇഷ്ടികയുടെ നടുക്കൂടെ മേളിലുള്ള ഇഷ്ടിക, അവിടെയൊക്കെ ഇഷ്ടികയാണ്, തറയോട് പോലെ തന്നെ മേളിലും ഇഷ്ടികയാണ്, 1 അടി നീളം 1 അടി വീതിയുള്ളത്. നമ്മുടെ സാധാരണ ഇഷ്ടിക അങ്ങനെയൊക്കെ ഇട്ട് അവിടെ ഉണ്ട്. ഇപ്പോഴും വന്നാൽ കാണിക്കാം ഞാൻ. ചർച്ചുമുണ്ട്, വീടുകളുമുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ തോന്നുന്നു, താഴത്തേന്ന് പോച്ച കളിക്കുന്നു, ജനലൊക്കെ ഇളകി, മേളത്തെ 2, 3, 4, 5, 6 തറയോട് താഴെ വീണു. അച്ഛൻ വിചാരിച്ചുകൊണ്ടുള്ള ക്രിസ്ത്യാനികളെ എല്ലാവരും കൂടെ വിളിച്ചിട്ടൊന്ന് പരിതാപകരമായ നില പറയാം. അവരെല്ലാവരും കൂടെ വിളിച്ചു. അപ്പോൾ സെക്രട്ടറിയൊക്കെ ഉണ്ട് കേട്ടോ, പള്ളിയിലൊന്നും വരുന്നവരല്ല. സെക്രട്ടറി ഒരു കുടവയറനാണ്, ഒരു ബിസിനസ്സുകാരനാണ്. അതെല്ലാം അവിടെ നിരുന്ന് പറഞ്ഞു നോക്കിയാൽ നമ്മുടെ ചർച്ചിൻ്റെ നില പരിതാപകരമാണ്, നമുക്കെല്ലാം കൂടെ ഒന്ന് പുതുക്കി പണിയണം, എന്താ മാർഗം? ഒരാൾ പറഞ്ഞു, ഇത് പണിത് സാഹിബ്മാർക്ക് ഒരു എഴുത്തെഴുത്, ഇവിടുത്തെ കെട്ടിടം ഇടിഞ്ഞു വീഴാറായി, വേറെ ഒരു ചർച്ച പണിയതാണ്. അവർ പറഞ്ഞു, അവരൊക്കെ മരിച്ചുപോയി, അവരുടെ മക്കൾക്ക് എഴുത്, നമുക്ക് അവരുടെ അഡ്രസ്സ് അറിയത്തില്ല, കേരളത്തിലേക്ക് എഴുത്, അവർക്കൊക്കെ പണം കൊടുക്കാനൊക്കെ കുറച്ചുകൂടെ മിടുക്കാണ്, അതുകൊണ്ട് അവരുടെ ചെല്ലുക വരാൻ പറഞ്ഞു. കേരളത്തിലുള്ളവരുടെ അഡ്രസ്സൊന്നും അറിയത്തില്ല. അപ്പോൾ അച്ഛന് മനസ്സിലായി അവരാരും രൂപ തരത്തില്ലെന്ന്. അച്ഛൻ പറഞ്ഞു. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു, സെക്രട്ടറി എന്തോ പറയുന്നു, നമുക്ക് പ്രാർത്ഥിക്കാം. അന്ന് ആ സെക്രട്ടറി തന്നെ അങ്ങ് പ്രാർത്ഥിച്ചു. രൂപഘട്ടത്തിൽ എന്താ പ്രാർത്ഥിച്ചങ്ങ് പിരിയാമെന്ന് വിചാരിച്ചു. സെക്രട്ടറി അങ്ങോട്ട് എഴുന്നേറ്റ് കുടവയറിൻ്റെ പുറത്തൂടെ കൈ ഇങ്ങനെ വെച്ചോണ്ട്, ഞങ്ങളുടെ സ്വർഗസ്ഥനായ ദൈവമേ, നീ ഞങ്ങൾക്കൊരാലയം തന്നു, അതിൻ്റെ ഈ പരിതാപകരമായ നില നീ കാണുന്നുണ്ടല്ലോ. ആരാണ്ട് എങ്ങാണ്ട് ദൈവത്തിൻ്റെ ആലയമൊക്കെ വീഴാറായപ്പോൾ കരഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഞങ്ങളും കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ഈ ആലയം പണിയാനുള്ള രൂപ തരണമേ. ഒരു 50,000 രൂപ കിട്ടാമെങ്കിൽ ഈ തറയോടും ശരിയാക്കാം, താഴെയും ശരിയാക്കാം. ഒരു 50,000 രൂപ ആരോടെങ്കിലും പറയണമേ, കേരളത്തിൽ ആരോടെങ്കിലും സംസാരിക്കണമേ. യേശുവിൻ്റെ അത്രയും പറഞ്ഞപ്പോഴത്തേക്ക് മേളിൽ നിന്നൊരു തറയോടെ അയാളുടെ തലയിൽ അങ്ങ് വീണു. അയാൾ പറഞ്ഞ, ദൈവമേ 25,000 രൂപ ഞാൻ കൊടുത്തേക്കാം. അച്ഛൻ പറഞ്ഞ്, കർത്താവെ ഓരോടുകൂടെ അവൻ്റെ തലയിലിടാമെങ്കിൽ 50,000 രൂപ ആവും. ഞാനിത് പറയാനൊരു കാര്യമുണ്ട്, ഇതിൻ്റെ മേളിൽ തറയോടില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ രൂപ കൊടുക്കാത്തവരുടെയൊക്കെ തലയിൽ തറയോട് വീണെന്ന് വരും. ഹല്ലേലൂയ. ഞാൻ എപ്പോഴെങ്കിലും രൂപ തന്നിട്ടുണ്ടോ? ഇത് പണിയാൻ 1 രൂപയെങ്കിലും തന്നിട്ടുണ്ടോ? അല്ല, തന്നിട്ടുണ്ടോ? 1 രൂപ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പേടിച്ചു പോയി കേട്ടോ. എനിക്കറിയാം എന്താ പേടിച്ചത്. അല്ല, തന്നിട്ടുണ്ടോ? ഞാൻ രൂപ വല്ലതും തന്നിട്ടുണ്ടോ? ഇല്ല. 1 രൂപയല്ല തരാൻ പോന്നേ. 1 രൂപ എന്നുള്ള തരാൻ പോകുന്നത്. പോലീസേ, ഹല്ലേലൂയ.
കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കിട്ടിയിട്ടാണ് കൊടുത്തത്. കഴിഞ്ഞ ആഴ്ച എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു. എൻ്റെ ഭാര്യ പോലും അറിഞ്ഞില്ല. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ്. എത്ര സുവിശേഷമുണ്ട് വേദപുസ്തകത്തിനകത്ത്? 4 എണ്ണമുണ്ട്. 66 പുസ്തകമുണ്ട്. ശരിയാ, കറക്റ്റ് പറഞ്ഞു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോകും കേട്ടോ. 66 പുസ്തകമുണ്ട്. പഴയ നിയമത്തിൽ എത്ര പുസ്തകമുണ്ട്? അപ്പോഴേക്കും ഞാൻ പറച്ചോനെ ഇത്ര ഇരിക്കുന്ന 4 വരിയിലാരെങ്കിലും 36 പഠിപ്പിക്കാൻ പോവാ. ഓൾഡ് OLD 3, ടെസ്റ്റമെന്റ് TESTMENT 9. എത്ര എണ്ണമുണ്ട്? 39. അത് പഠിപ്പിക്കാനായിട്ട് ആശംസിച്ച കേട്ടോ. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് 66 നിന്ന് പോയി കഴിഞ്ഞാൽ ഇത് അത്രയും പഠിപ്പിച്ചല്ലോ ഞാൻ അതുകൊണ്ട്. ഹല്ലേലൂയ. ഒരു പട്ടാള കമാൻഡറുടെ കഥ പഠിപ്പിക്കാൻ പോവാണ്. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം. മത്തായി 8. മാത്യു 8. മലയാളം അറിയാത്തവർ ഉണ്ട്, അവർക്ക് വേണ്ടിയാണ്. മാത്യു 8. ഇതിനകത്ത് പട്ടാള കമാൻഡറുടെ കഥ 5-ാമത്തെ വാക്യം തൊട്ടാണ് താഴോട്ട് വരുന്നത്. പക്ഷേ അതിന് ആദ്യത്തെ വാക്യം തൊട്ട് വായിക്കാൻ പോവാം. പക്ഷേ കഥ 5-ാമത്തെ വാക്യം തൊട്ടാണ് എൻ്റെ ഇന്നത്തെ പ്രസംഗ വിഷയം. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നാറ് വളരെ പുരുഷാരം യേശുവിനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധനായി തീർന്നു. ഒരു ചെറിയ ആലോചന പറഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട്. ഇച്ചിരി മലയാളം ചിലപ്പോൾ വരാൻ ഇച്ചിരി സമയം എടുക്കും കേട്ടോ. എഴുതാൻ അറിയാമെങ്കിലും പറഞ്ഞു വരുമ്പോൾ ഞാൻ വടക്കേ ഇന്ത്യക്കാരനല്ലേ. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നു, ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ഇന്ന് ഒത്തിരി പാസ്റ്റർമാരും ആളുകളോട് അധികം ഇടപെടത്തില്ല. അവരൊരു വാരി മലയിലാണ്. പ്രസംഗിക്കേണ്ട സമയമാകുമ്പം പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നു, പ്രസംഗിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ഇറങ്ങിപ്പോകുന്നു. എനിക്ക് നല്ല സുന്ദരമായ ഹിന്ദിയായിരുന്നു. ഇംഗ്ലീഷിൽ പറയും ഓറേറ്റർ എന്ന്, മലയാളത്തിൽ പറയും വാഗ്മി എന്ന്. അതും അറിയാൻ വയ്യാത്തവർ ചിലരൊക്കെ കാണും. നല്ലതുപോലെ സരസമായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവർ കേരളത്തിലെ ആരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് വടക്കേന്ത്യയിലെ പലരെയും അറിയാം. ഞാൻ അതുപോലെ വളരെ സരസമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭാഷയൊക്കെ അങ്ങ് പോയി. കാരണം എന്താ, ഞാൻ ആളുകളോട് പോയിരിക്കുന്നില്ല. കാണും അവരെ, ഹലോ, എന്തുകൊണ്ട് വിശേഷം, സുഖമാണോ, തീർന്നു. പണ്ടങ്ങനല്ല. ആഹാരമൊക്കെ കഴിച്ചു വെച്ച് അവരുടെ ഇടയ്ക്ക് പോയിരുന്നു വെച്ച് വർത്താനമൊക്കെ. അന്നേരമാണ് നമ്മൾ നാടോടി ഭാഷ അറിയുന്നത്. പക്ഷേ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ യാത്ര കുറഞ്ഞു. നമ്മൾ താഴോട്ടിറങ്ങണം. ഞാൻ വിദേശത്ത് പോകുന്നു നിർത്തിയിരിക്കുകയാണ്. പോകത്തില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല. ഈ വർഷത്തിൽ ഞാൻ ഗൾഫിൽ പോകുന്നുണ്ട്. ദുബായിലും ഡോഹയിലും. വേറെ എങ്ങും പോകുന്നില്ല. ക്ഷണം വരാഞ്ഞിട്ടല്ല, പലയിടത്തുനിന്നും കൊണ്ട് പോകുന്നില്ല. ഞാൻ മുഴുവൻ ഇന്ത്യയിലെ ഗ്രാമങ്ങൾക്ക് കൊടുക്കാൻ പോവാണ്. തെക്കേ ഇന്ത്യയിലല്ല, വടക്കേ ഇന്ത്യയിൽ. തെക്കേ ഇന്ത്യയിൽ ഇഷ്ടംപോലെ പ്രസംഗകരുണ്ട്, വടക്കേ ഇന്ത്യയിലില്ല. അതുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ അന്ന് ഞാൻ ഗ്രാമങ്ങളിൽ പോകും. നമ്മൾ എത്ര ഉയരത്തിലിരുന്നാലും താഴോട്ട് ഇറങ്ങാൻ മറക്കരുത്. അപ്പൻ ഇന്നലെ ഒരു വലിയ ദേവദാസൻ എൻ്റെ ഒക്കെ പറഞ്ഞു. ഇവിടെ കേരളത്തിൽ ഇന്നലെ അല്ല, കഴിഞ്ഞ ആഴ്ച, ദിവസം പറയത്തില്ല, പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവും ആരെ പറ്റിയായിരിക്കും ഞാൻ പറയുന്നതെന്ന്. അയാളുടെ അപ്പൻ, അദ്ദേഹത്തിൻ്റെ അപ്പൻ, ദൈവമേ അദ്ദേഹം ഇത് കാണുമോ, ഇത് യൂട്യൂബിൽ വല്ലതും വരുമോ ഈ പ്രസംഗം? വരും. വന്നാലും കുഴപ്പമില്ല, പേര് പറയുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ അപ്പനും അദ്ദേഹം കൂടെ ആഹാരം കഴിക്കാനിരിക്കും. ഒരൊറ്റ അക്ഷരം മിണ്ടത്തില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും വേണമെങ്കിലും വേറെ ആരുടെങ്കിലേ പറയത്തുള്ളൂ. മോനച്ചനൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ. ഒന്ന് പറ, എനിക്കൊരു സോപ്പ് വേണം, അല്ലെങ്കിൽ പറയാം. അപ്പന്മാരുടെ അടുക്കലും പറയുക,
മക്കളുടെയൊക്കെ തോളയിലൂടെയൊക്കെ ഒന്ന് കൈയിട്ട് വർത്താനം പറയണം. പഴയ കാലത്ത് പെമ്മക്കളെ അപ്പന്മാർ തൊടത്തില്ല. എൻ്റെ അപ്പൻ പെമ്മക്കളെ ആരെയും തൊട്ടിട്ടില്ല, മരുമകൾമാരെ ആരെയും തൊട്ടിട്ടില്ല. എൻ്റെ ഭാര്യയുടെ മാത്രം തലയിൽ ഒരിക്കൽ കൈവച്ച് അനുഗ്രഹിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം, അത്രയേ ഉള്ളൂ. പക്ഷേ ആ കാലം മാറി. ഇന്ന് നിങ്ങൾ തൊട്ടില്ലെങ്കിൽ, നല്ല അർത്ഥത്തിൽ തൊടാമെന്നാ പറഞ്ഞു കേട്ടോ, തൊട്ടില്ലെങ്കിൽ മനുഷ്യൻ എപ്പോഴും ഹഗ്ഗബിളാണ്. സ്ത്രീകൾ ഹഗ്ഗബിൾ എന്ന് പറഞ്ഞാൽ ആശ്ലേഷിക്കുന്നത് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് സ്ത്രീകളെല്ലാം. പട്ടി അതുപോലെ, പൂച്ച അതുപോലെ, കോഴി അതുപോലെ അല്ല. കോഴിയെ നിങ്ങൾ തടാനൊക്കെ അത് ഓടിക്കളയും. എന്നാൽ പട്ടി അതുപോലെയാണ് സ്ത്രീകൾ. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ ഹഗ്ഗബിളാണ്. രണ്ട് സഹോദരിമാർ കണ്ടാലും നോക്കിയോ, അവരെങ്ങനെ ആയിരിക്കും? പുരുഷന്മാരെങ്ങനെ ആയിരിക്കും? ആ, എന്തുകൊണ്ട് വിശേഷം, സുഖമാണല്ലോ, അല്ലയോ, ആ ശരി ആട്ടെ. സ്ത്രീകൾ കണ്ടാൽ കെട്ടിപ്പിടിച്ചോ, അവിടെ ഒരു ഉമ്മ കൊടുത്ത് ഇവിടെ ഒരു ഉമ്മ കൊടുത്ത് ഒന്ന് ഞെരടി. നിങ്ങൾ അത് മക്കളോട് ചെയ്തില്ലെങ്കിൽ, മകളോട് ചെയ്തില്ലെങ്കിൽ, അവർ വേറെ ആർക്കെങ്കിലും നിന്നു കൊടുക്കാൻ സാധ്യതയുണ്ട്. ആരാണ്ട് ഒരു സഹോദരി എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു, ദൈവമേ ബാക്കിയുള്ളവർക്കൂടെ മനസ്സ് വരണേ. കള്ളം പറഞ്ഞല്ല, ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 10ാം ക്ലാസ് പാസ്സായതാണ്. നാളെ പോയൊരു സമയം വേള ഉണ്ടായിരിക്കുക. ഇവിടെ കൂടെ ഇതെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാണ്ട് PGS പറഞ്ഞ മക്കളെയെല്ലാം പോട്ടെ. ഞാൻ കാര്യമായിട്ട് പറയണം, ഞാൻ 10ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ എൻ്റെ അറിവ് അസാധാരണമാണ്. പുസ്തകങ്ങൾ വായിച്ച്, മാസികകൾ വായിച്ച്. ആരെങ്കിലും കുഞ്ഞുങ്ങൾ IAS പോകണമെന്നോ സിവിൽ സർവീസിന് പോകണമെന്നോ ആഗ്രഹമുള്ളവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ വരത്തില്ല. മലയാളി ക്രിസ്ത്യാനികൾക്കാർക്കും വരത്തില്ല, അതൊക്കെ ഹിന്ദുക്കൾക്ക് പറഞ്ഞിരിക്കുന്നതാണ്. ആരെങ്കിലും ഇങ്ങനെ പരീക്ഷ എഴുതാൻ പോകുമ്പം പേന വേണമല്ലോ, എടുത്തോ എഴുതാം. ഇങ്ങനെയൊക്കെ ചെയ്യണം. ഒരു ഫലിതം കൂടെ പറയട്ടെ, വേണ്ട പറയുന്നില്ല, സമയമില്ല, മെസ്സേജ് തീർക്കണ്ട. 2 മണിക്കൂർ തന്നിട്ടുണ്ട് എനിക്ക് പ്രസംഗിക്കാൻ. ഇതിനിടയ്ക്ക് ആർക്കെങ്കിലും 1ക്കോ 2ക്കോ പോകണമെന്ന് പറഞ്ഞാൽ ഇതിലെ കൂടെ അങ്ങോട്ട് ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ അവിടെ ഒരു മുറി ഉണ്ട് കേട്ടോ. ഞാൻ പോയിട്ടാണ് വന്നത്. രാവിലെ 2 ലിറ്റർ വെള്ളം കുടിച്ചതാണ് എല്ലാ ദിവസവും രാവിലെ. ആരോഗ്യത്തിൻ്റെ ശാസ്ത്രമാണ്. രാവിലെ വെറും വയറ്റിൽ 2 ലിറ്റർ വെള്ളം കുടിച്ചാൽ നല്ല ആരോഗ്യമായിരിക്കും. കൂടുതൽ വെള്ളം കുടിച്ചാൽ കിഡ്നിക്ക് തകരാറായിരിക്കും. ഒരു പുരുഷൻ എത്ര ലിറ്റർ വെള്ളം കുടിക്കണം പാസ്റ്ററെ? ഒരു പുരുഷൻ എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? 3. സ്ത്രീകൾ എത്ര കുടിക്കണം? 2.5. കണ്ടോ, പാസ്റ്റർക്ക് ഇതെല്ലാം അറിയാം. ഇന്നലെ ഞാൻ പറഞ്ഞു കൊടുത്ത. ഡോക്ടർമാരാരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന് അഭിപ്രായമുള്ള ഡോക്ടർമാരും എല്ലാം ഉണ്ട്. ശരിയാണ് പറഞ്ഞത്, ഞാൻ പഠിച്ചതാണ്, ഇതൊക്കെ പഠിച്ചതാണ്. ഓക്കെ. അപ്പം നമ്മൾ താഴോട്ടിറങ്ങണം. ഭാര്യ എടുക്കൽ താഴോട്ടിറങ്ങണം, പെമ്മക്കളുടെ എടുക്കൽ താഴോട്ടിറങ്ങണം, ആൺമക്കളുടെ എടുക്കൽ താഴോട്ടിറങ്ങണം, പാസ്റ്റർമാർ വിശ്വാസികളുടെ എടുക്കൽ താഴോട്ടിറങ്ങണം. നമ്മൾ താഴോട്ടിറങ്ങി അവരുമായിട്ട് ഇടപെടണം. യേശു മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. നോക്കിയാൽ കണ്ണാടിയില്ല. എനിക്ക് വയസ്സ് എത്രയെന്നറിയാമോ? 49 കഴിഞ്ഞു. 49 കഴിഞ്ഞിട്ട് 34 വർഷമേ ആയുള്ളൂ. 50 വയസ്സാവത്തില്ല എനിക്ക്. അടുത്ത വർഷം 49 കഴിഞ്ഞിട്ട് 35 ആവും. അതിനടുത്ത വർഷം 36 ആവും. 37 ആവും. 120 ദൈവം മോശയെടുക്കൽ പറഞ്ഞു. അല്ല, മോശയെടുക്കല്ല, നോഹയെടുക്കൽ പറഞ്ഞു. ദൈവം അതാ 120. പക്ഷേ അത് കഴിഞ്ഞിട്ടും ആളുകൾ ക്രോസ് ചെയ്തു. അബ്രഹാം ചെയ്തു, യാക്കോബ് ചെയ്തു. ഞാൻ പണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ 86 വയസ്സ് വരെ ജീവിച്ചിരിക്കണം. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രക്ഷിക്കപ്പെട്ടപ്പോഴേ എൻ്റെ മനസ്സിനകത്ത് തോന്നുന്നു 86-ാമത്തെ വയസ്സിൽ എൻ്റെ കച്ചവടം തീരും.
പക്ഷേ ഞാൻ ഇന്ന് ഈ വർഷത്തിലാണ് വിചാരിച്ചത്, എന്തിനാ 86-ന് നിർത്തുന്നേ? ആരോഗ്യം ഉണ്ടെങ്കിൽ നടന്ന് പ്രസംഗിക്കരുതോ? അന്നേരമാണ് ഞാൻ എൻ്റെ 49 അധികം 34 എന്ന് പറയാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. അബ്രഹാം ജീവിച്ചതുപോലെ 167 വയസ്സ് വരെ ഉണ്ടെങ്കിലും ജീവിക്കും. ഞാൻ അന്നേരം ഇവിടെ വന്ന് പ്രസംഗിക്കും. ഹല്ലേലൂയ. പാസ്റ്ററുടെ മോടെ കല്യാണം നടത്തിയത് ഞാനായിരുന്നില്ലയോ? ഞാനായിരുന്നോ? അത് പാസ്റ്ററുടെ മോളായിരുന്നോ? അയ്യോ, ഭയങ്കര സുന്ദരിയായ മോളെ എങ്ങനെ കിട്ടി? അമ്മയുടെ ഗുണം കിട്ടിയതായിരിക്കും. അവർക്കൊരു മോളുണ്ടായി കഴിയുമ്പോൾ അതിൻ്റെയും കല്യാണം നടത്തി കൊടുക്കാൻ എനിക്കൊരാഗ്രഹം. കിട്ടിയാലൊരാന, പോയാലൊരു ചേന. അതുകൊണ്ട് ചോദിക്കുകയാണ്, കാര്യമായിട്ട് പറയുകയാണ്, വടക്കേ ഇന്ത്യ മുഴുവൻ ഓടി നടക്കാൻ കർത്താവ് എന്നെ അനുവദിച്ചാൽ 167 വയസ്സ് വരെയും ജീവിക്കാൻ തയ്യാറാണ്. വേറെ ഒന്നും ചോദിക്കുന്നില്ല. യേശു താഴേക്ക് ഇറങ്ങി. കണ്ണാടി കൊണ്ട് എൻ്റെ പോക്കറ്റിൽ കേട്ടോ. എൻ്റെ വലിയ അക്ഷരമുള്ള വേദോസ്തം ആയതുകൊണ്ട് ഇത് വെച്ചിരിക്കുന്നുള്ളൂ. ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഇച്ചിരി വലിയ അക്ഷരത്തിലാണ്. ഹല്ലേലൂയ. ഇറങ്ങി വന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ഒരു കുഷ്ഠരോഗി. അന്നത്തെ കാലത്ത് മരുന്നില്ലാത്ത രോഗം. ഇന്നത്തെ കാലത്തെ പറഞ്ഞാൽ എയ്ഡ്സിനും മരുന്നുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു. എന്തെങ്കിലും കണ്ടുപിടിച്ചെന്ന് വരാം. ഒരു കാലത്തും മരുന്ന്. അവൻ്റെ കഷ്ടകാലമാണ്. കുഷ്ഠരോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ പട്ടണത്തിന് പുറത്ത് കൊണ്ടിടും. പട്ടണത്തിനകത്ത് പോലും കയറാനൊക്കത്തില്ല. അഥവാ അങ്ങനെ ചിലയിടത്തൊക്കെ കയറാൻ അനുവാദം ഉണ്ടെങ്കിൽ പോലും ഞാൻ മാറിയിരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വേണം പോകാൻ. അവൻ്റെ കാര്യം കഷ്ടമാണ്. ആരെങ്കിലും എറിഞ്ഞു കൊടുക്കുന്ന അപ്പം സ്വന്തം അമ്മയാണെങ്കിലും വീട്ടിൽ കയറാനൊക്കത്തില്ല. അങ്ങനെയുള്ള ഒരു കുഷ്ഠരോഗി. കുഷ്ഠരോഗത്തിന് വേറൊരു അർത്ഥം കൂടുണ്ട്. കുഷ്ഠമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്കിൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ തൊലി തടിക്കുക, ത്വക്ക് തടിക്കുക. തൊലി എന്നുള്ളത് നല്ല ഭാഷയല്ല. ത്വക്ക് തടിക്കുക, അഹങ്കാരത്തെ കാണിക്കുന്നു. പുതിയ നിയമത്തിൽ കുഷ്ഠരോഗത്തിൻ്റെ അർത്ഥം അഹങ്കാരം. പഴയ നിയമത്തിൽ കുഷ്ഠരോഗം, പുതിയ നിയമത്തിൽ അഹങ്കാരം. നമ്മളാരും അഹങ്കാരികളാവരുത്. എത്ര മേളിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം. അവൻ വന്നു, കുഷ്ഠരോഗി വന്ന്, മരുന്നില്ലാത്തവരുണ്ട്. ഓടി വന്നു കഴിഞ്ഞപ്പോൾ അവനെ ആരാധിച്ചു കഴിഞ്ഞ് അവൻ്റെ കാര്യം സാധിച്ചു കിട്ടി. അപ്പോൾ ആ ഒരു ചെറിയൊരു ചിന്ത തരികയാണ്. നമ്മളും ഏതെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങ് ആരാധിക്കണം, ഇരുന്നങ്ങ് ആരാധിക്കണം. ഹല്ലേലൂയ. ഉപവസിച്ച് ആരാധിക്കണം, ഉപവാസിക്കാതെ ഇരുന്ന് ആരാധിക്കണം, പാട്ടുപാടി ആരാധിക്കണം, അന്യഭാഷ പറഞ്ഞ് ആരാധിക്കണം. അന്യഭാഷ ഇല്ലാത്തവരൊക്കെ പ്രാർത്ഥിച്ച് അന്യഭാഷ പ്രാപിക്കണം. മർത്തോമക്കാർക്ക് കിട്ടും, യാക്കോബക്കാർക്ക് കിട്ടും, കത്തോലിക്കർക്ക് കിട്ടും, പെന്തിക്കോസുകാർക്കും കിട്ടും കേട്ടോ, ബ്രദറുകാർക്കും കിട്ടും, സകലർക്കും കിട്ടും. നമ്മൾ പ്രാപിച്ചെടുക്കണം. കർത്താവേ എങ്ങനെയെങ്കിലുമൊക്കെ. ഞാൻ ഒരിക്കൽ 3 ദിവസവും അന്യഭാഷ മാത്രം പറയുമെന്നും പറഞ്ഞുകൊണ്ട് ഉപവാസം എടുത്തു. അന്യഭാഷ മാത്രം. മലയാളം പറഞ്ഞില്ല, ഇംഗ്ലീഷ് പറഞ്ഞില്ല, യാതൊന്നുമില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ എനിക്കും തോന്നി കിറുക്കാന്ന് തോന്നും. ഹല്ലേലൂയ. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞ ഒരു അരക്കിറുക്കാണ്. അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഇതുപോലത്തെ ഒരു വലിയ കെട്ടിടമൊക്കെ പണിയും 1000 പേർക്കിരിക്കാൻ ഒരു കിറുക്കാണ്. കാണുന്നവർക്ക് പറയാൻ കിറുക്കാന്ന്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ എൻ്റെ വിഷയം അവിടെ ആ സന്ദേശം അവിടെ നിൽക്കുകയാണ്. നിനക്ക് മനസ്സുണ്ട്, അവന് മനസ്സുണ്ട്. ആരാധിക്കുന്നവനെ അനുഗ്രഹിക്കാൻ ദൈവത്തിന്, യേശുവിന്, പരിശുദ്ധാത്മാവിന് മനസ്സുണ്ട്. അതുകൊണ്ട് അവനെ പ്രസാദിപ്പിക്കത്തക്കോണം, അവൻ്റെ ശ്രദ്ധ പിടിച്ചെടുക്കത്തക്കോണം ആരാധിക്കണം. സന്ദേശത്തിലേക്ക് പോകാം. 5-ാമത്തെ വാക്യം. അവൻ കഫർന്നഹൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. ഒരു ശതാധിപൻ എന്ന് പറഞ്ഞാൽ എത്ര പേരുടെ ശതാധിപനായിരിക്കും? എത്ര പേരുടെ ശതാധിപൻ? ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, 100 ആയിരിക്കാം, 124 ആയിരിക്കാം, 248 പേരായിരിക്കാം. ചെറിയ ബറ്റാലിയൻ, വലിയ ബറ്റാലിയൻ, വളരെ ബലപറ്റും. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിസർച്ച് ചെയ്തിട്ടായിരിക്കും, അല്ലാതെ വെറുതെ പറയത്തില്ല കേട്ടോ, ചുമ്മാതെ വെറുതെ പറയത്തില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ശതാധിപൻ വന്നിട്ട്
ഒന്നുകിൽ അപ്പം പഴയ കാലത്ത് റോമൻ സർക്കാർ എവിടെയെങ്കിലും പോയിട്ട് ഒരു രാജ്യം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഇംഗ്ലണ്ട് വന്ന് നമ്മളെ പിടിച്ചെടുത്തതുപോലെ കേരളം പല രാജ്യക്കാരും പിടിച്ചെടുത്തതാണ് കേരളം. അങ്ങനെയാണ് നമുക്ക് പല വിധത്തിലുള്ള പലഹാരങ്ങളൊക്കെ കിട്ടിയത്. മാങ്ങ കിട്ടിയത് നമുക്കങ്ങനെയാണ്, ചക്ക കിട്ടിയത് നമുക്കങ്ങനെയാണ്, കപ്പ കിട്ടിയത് കേരളത്തിൽ തിരുവിതാംകൂറിലെ ഇവിടെ ഒരു പട്ടിണി വന്നു, ക്ഷാമം. ആ സമയം ബ്രസീലിൽ നിന്ന് ഒരു രാജാവ് കൊണ്ടുവന്നതാണ്. പക്ഷേ എല്ലാം വിദേശത്തു നിന്ന് വന്നതാണ്. നമ്മുടെ അച്ചപ്പം വിദേശത്തു നിന്ന് വന്നതാണ്. നമ്മുടെ ഉപ്പുമാവ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, അതും വിദേശത്തു നിന്ന് വന്നതാണ് കേട്ടോ. ഇതൊക്കെ വിദേശത്താണ്. നമ്മൾ ഭാഗ്യവാന്മാരാണ്, പല വിദേശപ്പെട്ട നല്ല ആഹാരമൊക്കെ കിട്ടും. അച്ചപ്പം വേറെ ആർക്കും ഇല്ല. നമുക്ക് ഞാൻ തുപ്പലൊന്ന് ഇറക്കിക്കോട്ടെ. ഇതൊക്കെ വാചപടിക്കുക കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഒരു ആഹാരത്തോട് എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചാൽ എല്ലാം കഴിക്കും. അല്ലാതെ എനിക്കങ്ങനെ വലിയ ആഗ്രഹമുള്ള കൂട്ടത്തിലൊന്നുമല്ല. കാളയിറച്ചി ഒഴിച്ച് വേറെ ഒന്നിനോടും എനിക്ക് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അതും ആഗ്രഹമില്ല. നിങ്ങളെ ചിരിപ്പിക്കാൻ നോക്കുക. പക്ഷേ ചിലർ ചിരിക്കത്തില്ലെന്ന് സത്യം ചെയ്തും വെച്ചാൽ വന്നിരിക്കുന്നത്, അവരെന്തെടുക്കാനൊക്കെ. അപ്പോൾ ഒരു ശതാധിപൻ 100 പേരുടെ അല്ലെങ്കിൽ 120 അല്ലെങ്കിൽ 248 പേരുടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ബാല്യക്കാരൻ, ആ ബാല്യക്കാരൻ യഹൂദനും അല്ല റോമാക്കാരനും അല്ല, ഒരു പുറജാതിക്കാരനായിരിക്കണം. യഹൂദന്മാർ റോമക്കാരുടെ വീട്ടിൽ വേലയ്ക്ക് പോകത്തില്ല. അത് കാരണം അവർ ഭരിക്കുന്നതിൻ്റെ ദേഷ്യം അവർക്കുണ്ട്. അതുകൊണ്ട് റോമക്കാരൻ വന്നു കഴിയുമ്പോൾ അവനെ അടിമയാക്കത്തില്ല. അവർ വേറൊരു പുറജാതിയായിരിക്കും. അവൻ്റെ വീട്ടിൽ കിടക്കുക, അങ്ങനെ പറഞ്ഞത്, അതിവേദനയോടെ വീട്ടിൽ കിടക്കുന്നു. അപ്പോൾ അവന് വീട്ടിൽ ജോലി ചെയ്യുന്ന ആളിനെ പറ്റി ചിന്തയുണ്ടായിരുന്നു. ഇന്ന് അധികം പേർക്ക്, പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നു. എൻ്റെ നാട്ടിലൊക്കെ, എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെണ്ണിനോട് ആരും മിണ്ടാൻ പാടില്ല, അവൾ ഇങ്ങോട്ട് കയറാൻ പാടില്ല, വെളിയിലെങ്ങും ഇറങ്ങാൻ പാടില്ല. കാലം മാറി. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ജോലിക്കുണ്ടെങ്കിൽ അവരോട് ദയവോടെ വർത്തമാനം പറയണം. ഞാൻ പറഞ്ഞില്ല എന്തുവാ നിങ്ങളുടെ കൂടെ വിളിച്ചിരുത്തി അപ്പച്ചണ്ടിക്കുന്നതിന് പുറത്തോട്ടിരുന്നതിന് കഴിച്ചോടി കല്യാണി എന്ന് പറയുന്നു, മറിയാമ്മയെന്ന് പറയാം, ഏതെങ്കിലും ഒരു പേര് അല്ല. പക്ഷേ ദൈവം ഉണ്ടായിരിക്കണം. അവൻ്റെ വേദന അവൻ അറിഞ്ഞു. നമ്മുടെ കൂടുള്ളവരുടെ വേദന അറിയണം, മക്കളുടെ വേദന അറിയണം, മരുമോടെ വേദന അറിഞ്ഞില്ലെങ്കിലും മകളുടെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ആരും ചിരിച്ചില്ല. നിങ്ങൾ ചിന്തിപ്പിക്കാൻ പറഞ്ഞാൽ, ചിരിപ്പിക്കാൻ മാത്രമല്ല. എനിക്ക് 3 ആൺമക്കളാണ്, 2 പെൺമക്കളും. എൻ്റെ 3 ആൺമക്കളും കല്യാണം കഴിച്ചതാണ്. 2 മലയാളികളെയും ഒരു തമിഴ് സഹോദരി മോളെയും. അവരുടെ എപ്പോഴെങ്കിലും ചോദിക്കണം, ഞങ്ങളുടെ വീട്ടിൽ മകൾക്കും മരുമകൾക്കും തമ്മിൽ എപ്പോഴെങ്കിലും സ്ഥാനവ്യത്യാസം, സ്നേഹവ്യത്യാസം, കരുതൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഉറപ്പോടെ പറയാം. വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ച എൻ്റെ അപ്പനും അങ്ങനെ ആയിരുന്നു. എൻ്റെ അപ്പനും ഒരു നല്ല മനുഷ്യനായിരുന്നു, അസാധാരണമായ നല്ല മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, എൻ്റെ മക്കളുടെ എല്ലാം കല്യാണം കഴിയുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റ് നിന്ന് പറയും, മോൾ ആദ്യം അവരുടെ അപ്പനും അമ്മയ്ക്കും നന്ദി പറയും. എനിക്ക് വീടില്ലാത്ത മനുഷ്യനാണ്, ഇപ്പോഴും വീടില്ല, വീടില്ല, പുരയിടമില്ല, കാറില്ല, ജീപ്പില്ല, മോട്ടോർ സൈക്കിളില്ല, സൈക്കിൾ പോലും ഇല്ലാത്ത ഒരു ഉപദേശിയാണ് ഞാൻ. ഇതൊക്കെ ഇല്ലാതെ ഇരുന്നിട്ടും നിങ്ങളുടെ മോളെ എനിക്ക് തരാൻ, എൻ്റെ മോന് ഭാര്യയായിട്ട് തരാൻ മനസ്സുണ്ടാകില്ല. മൂത്തവൻ കിട്ടിയതൊരു ഡോക്ടറെയാണ്, പെരുമ്പാവൂര് ഒരു ഡോക്ടറെ തരാൻ, അത് വലിയ കുടുംബത്തിലെ. ആ കുടുംബത്തിൽ ഒരു മോളെ ഞാൻ പറഞ്ഞു, മാണി സാറേ, സിസ്റ്ററെ, നന്ദി, നിങ്ങളുടെ ഒരു മോളെ എൻ്റെ മോന് വേണ്ടി തരാൻ മനസ്സുണ്ടായി. എന്നിട്ട് ഞാൻ ആ പെങ്കൊച്ചൻ്റെ ഒക്കെ പറയും, അവിടെ പേര് ബബിത എന്നാ. ബബിത, നീ എൻ്റെ വീട്ടിൽ ഒരിക്കലും മരുമകളായിരിക്കത്തില്ല, മകളായിരിക്കും. ഞാൻ വാക്ക് പറഞ്ഞു, ഇന്ന് വരെ ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട്, ഇനിയും മരണം വരെ വാക്ക് പാലിക്കും. അവൾക്കും എൻ്റെ 3 പെൺമരുമക്കൾക്കും അതേ സ്നേഹമാണ് എന്നോട്. നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ വേദന നിങ്ങളറിയണം. നിങ്ങളുടെ മകളുടെ, മരുമകളുടെ, വേലക്കാരുടെ ഒക്കെ അറിയണം, വേദന അറിയണം. ഹല്ലേലൂയ. ഞാൻ അനുഗ്രഹത്തിന് കുറേ തത്വങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. തത്വം 1. കർത്താവേ, എവിടെയോ പോയല്ലോ. തത്വം 1 നോക്കിക്കോട്ടെ.
പേജ് വല്ലതും കീറിപ്പോയോ? ഓക്കെ, ഏതായാലും ശരി, കാണാതെ പറയാം. ഒന്ന്, നമുക്കൊരു ആർദ്രകരണയുള്ളവരായിരിക്കണം, കമ്പാഷൻ ഉള്ളവരായിരിക്കണം. ഒരു മൃഗത്തോടാണെങ്കിലും പഞ്ചാബിലൊക്കെ ആളുകൾ ആടിനെ കൊല്ലും. ആടിൻ്റെ ചെവിക്കകത്തോട്ട് ഇച്ചിരി വെള്ളം ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ചോദിക്കും, ആടെ ഞാൻ നിന്നെ കൊല്ലട്ടെ, എൻ്റെ ചെവിയിലോട്ട് ഒഴിക്കും, അന്നേരം തല കൊടുക്കും, പിന്നെ കൊല്ലത്തുള്ളൂ അനുവാദം വാങ്ങിച്ചിട്ട്. ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞില്ല, പക്ഷേ ആവശ്യമില്ലാതെ അടിക്കരുത്. എനിക്കിപ്പോഴും കുറ്റബോധമുണ്ട്, ഇപ്പോഴും ഉണ്ട്. എനിക്കൊരു 12 വയസ്സെങ്ങാണ്ടുള്ള സമയത്ത് ഞങ്ങൾക്കൊരു 4-5 പശുക്കൾ എപ്പോഴും കാണും. ഈ പശുക്കളെ അഴിച്ചുകൊണ്ട് ഞാൻ വരുമ്പോൾ ഈ പശുക്കളെയൊക്കെ ചുമ്മാ തട്ടിക്കുകയും കല്ലെടുത്തെറിയുകയൊക്കെ ചെയ്തു. ഒരു ദിവസം എൻ്റെ പപ്പ പറഞ്ഞത്, എടാ പാടില്ല, നാൽക്കാലി, അതിന് ബോധമുണ്ടോ? ഞാൻ അടുത്തോട്ട് പശുക്കളൊക്കെ ഇങ്ങനെ ആകുന്നതാണ്. അതിനുശേഷം ഞാൻ അടിച്ചിട്ടില്ല. നിങ്ങളുടെ മക്കളുടെ അടുക്കലും പറയണം, ഒരു കിളിയെ കൊല്ലാം, പക്ഷേ കഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരു കോഴിയെ ഓടിക്കാം, പക്ഷേ അതിന് കൊല്ലാം തീർച്ചയായിട്ടും. നമുക്കൊരു ആർദ്രകരണയുള്ള മനുഷ്യനായിരിക്കണം. ഞാൻ ക്രൂരനായിരുന്നു. നിങ്ങൾ പറഞ്ഞ വിശുദ്ധ സുവിശേഷത്തിൽ പറയുന്നത് അദ്ദേഹം തൻ്റെ യഹൂദ പ്രമാണികളെ അയച്ചെന്നാണ്. അപ്പം രണ്ടും ശരിയാണ്. യഹൂദ പ്രമാണികളെ അയക്കുകയായിരിക്കാം സാധ്യത. നിങ്ങൾ വിചാരിച്ചോ ഇദ്ദേഹം എൻ്റെ പ്രതിനിധിയാണ് കേട്ടോ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ വന്നതാണ്. നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു, പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. ഭാര്യ വന്നിട്ടുണ്ടോ അവിടെ? ഇല്ല, അതുകൊണ്ട് പറയാം. അത് അവിടെ അപ്പനെ നല്ല ക്രിസ്ത്യൻ മിനിസ്ട്രി ഉണ്ട് അവിടെയൊക്കെ ഇന്ത്യയിൽ. ഇതെല്ലാം കളഞ്ഞുമ്പോൾ എൻ്റെ കൂടെ പ്രവർത്തിക്കുകയാണ്. ഇദ്ദേഹം നാളെ ഇവിടെ വന്ന് പാസ്റ്ററൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചോ, അടുത്ത ആഴ്ച PG വർഗീസ് ഇങ്ങോട്ട് വരട്ടെ. പാസ്റ്റർക്ക് വേണമെങ്കിൽ പറയാം, PG വർഗീസ് ചോദിച്ചു ഇങ്ങോട്ട് വരട്ടെ എന്ന്. രണ്ടും ഒന്നാ. അതുപോലെയാണ് ഇവിടെ ഈ മനുഷ്യൻ തന്നെ വന്നു. മറ്റിടത്ത് പറയുന്നു ഒരാളിനെ യഹൂദ പ്രമാണികളെ അയച്ചു. എങ്ങനെ ആയിക്കോട്ടെ, അപ്പോൾ അവൻ എളിമയുള്ള മനുഷ്യനായിരുന്നു. ഒന്ന്, ആർദ്രകരണയുള്ള മനുഷ്യൻ, എളിമയുള്ള മനുഷ്യൻ. ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിൽ ഒന്ന് അവരെ എളിമയുള്ളവരായിട്ട് വളർത്തുക. പ്രത്യേകിച്ച് ഈ പാവപ്പെട്ടവർ പിണങ്ങരുതാരും. പാവപ്പെട്ടവർ പെട്ടെന്ന് പണക്കാരായി കഴിഞ്ഞാൽ അവർക്കൊരു അഹങ്കാരമുണ്ട്. അതിന് റിയാക്ഷൻ ഓഫ് സൈക്കോളജിക്കൽ ഒരു വാക്കാണ്. റിയാക്ഷൻ ഓഫ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നാണ് അതിന് പറയുന്നത്. അവരുടെ പെട്ടെന്ന് അതായി കഴിയുമ്പോൾ, ഞാനിപ്പോഴും ഓർക്കുന്നു, തിരുവനന്തപുരത്തിന് തെക്കുന്ന് ഞങ്ങൾ വരികയാണ്, കാറിനകത്ത് വരിക. വേറൊരു പ്രായമുള്ള അങ്കിളാണ്. ദിനകരൻ്റെ പ്രസംഗമൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ജോസഫ് അങ്കിളാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങോട്ട് വന്നപ്പോഴാണ് ഒരാളിൻ്റെ കാർ ഇറങ്ങി വരുന്നു. അപ്പം ജോസഫ് കാർ മറ്റേ റോഡിൽ കൂടെ വരിക, മറ്റേ ആൾ ഗേറ്റിനോട് ഡ്രൈവർക്ക് നിർത്തണ്ട, ഉറങ്ങുക. കാരണം പുതിയ പണക്കാരന് റോഡിൽ കൂടെ വരുന്നവൻ്റെ വണ്ടിക്ക് വേണ്ടിയായി അവർ സമയം കൊടുക്കേണ്ടത്. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ചതാണ്. താണ നിലത്തെ നീരോടു അവിടെ പറഞ്ഞ് അവിടെ മക്കളെ പഠിപ്പിക്കണം. മോനെ, നീ IAS കളക്ടറായാലും, നീ മുഖ്യമന്ത്രി ആയാലും, നീ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാലും, ആരൊക്കെ ആയിക്കഴിഞ്ഞാലും, നീ പാസ്റ്ററായാലും, എത്ര വലിയ മെഗാ ചർച്ചിൻ്റെ പാസ്റ്ററായി കഴിഞ്ഞു കഴിഞ്ഞാലും എളിമയുള്ള മനുഷ്യനായിരിക്കണം. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം എളിമയാണെന്നും പറഞ്ഞുകൊണ്ട് എന്തുവാ നമ്മളങ്ങ് താഴോട്ട് വന്നു കഴിയുമ്പോൾ വെച്ചാൽ അവർക്ക് എന്തുവാ എല്ലാം ചെയ്യണമെന്നല്ല ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. അഹങ്കാരം നമ്മുടെ ഉള്ളിൽ വരാതിരിക്കട്ടെ. മൂന്നാമത്തെ കാര്യം, ഹല്ലേലൂയ. ഈ ഒരു കാര്യം കൂടെ പറയാം. ഈ അവനെ അവൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടിരിക്കുന്നത്, എൻ്റെ വീട്ടിൽ കിടക്കുന്നതാണ് പറഞ്ഞേ. അവൻ്റെ വീട്ടിൽ കയറ്റാൻ കാര്യം എന്താ? അവൻ്റെ സ്വഭാവം കൊണ്ട്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം നാട്ടിലെ ഒരു നല്ല സാക്ഷ്യമാണ്, സഭയിലെ ഒരു നല്ല സാക്ഷ്യമാണ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ വന്ന് രൂപ കടം വാങ്ങിച്ചു കൊടുക്കുന്നില്ല. ഇനി അവരെന്ത് ചെയ്യും? മറ്റവരെങ്കിലും കാണത്തില്ല, 3.5 ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരായാലും നിങ്ങളുടെ ഏറ്റവും വലിയ സാക്ഷ്യം. എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഓഫീസിൽ ഒരിക്കൽ 10-40 ആളുകളുണ്ടായിരുന്നു. അതിൽ പകുതിയിലധികവും സ്ത്രീകളാണ്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ഓഫീസിലുള്ള പെൺകുട്ടികൾ പറയണം, ആ PG വർഗീസ് വെറും ഉപദേശിയായിരുന്നില്ല, അദ്ദേഹം ഒരു മാന്യനായിരുന്നു. കാരണം ചില ദിവസം 2ാം ശനിയാഴ്ച ഞാൻ ജോലിക്ക് പോകും. ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന കൂട്ടത്തിലാണ്. സമയത്ത് വിചാരിച്ചു, ഒരു പെൺകൊച്ചും അങ്ങനെ വരാറുണ്ട്, പ്രത്യേകിച്ച് ഈ അക്കൗണ്ട്സിനകത്ത് ജോലി ചെയ്യുന്നവർ. അവരുടെ ജോലി തീരത്തില്ല, ഒരിക്കലും തീരത്തില്ല. അതുകൊണ്ട് അവരും ചിലപ്പോൾ ആ പെൺകൊച്ചും വന്നിരുന്ന് ജോലി ചെയ്യും.
ഇപ്പോഴും ഉണ്ട് ഒരു പെൺകുട്ടി, അവളും എല്ലാ 2-ാം ശനിയാഴ്ച അവിടെ കാണും. ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഒരു കെറ്റിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കാനായിട്ട്, കാപ്പി ഉണ്ടാക്കാനായിട്ട്, ഇലക്ട്രിക് കെറ്റിൽ. ഞാനൊരു കപ്പ് കാപ്പി ഉണ്ടാക്കി ആ കൊച്ചിൻ്റെ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കും. കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ശ്രദ്ധിക്കും എൻ്റെ വിരൽ അറിയാതെ അവിടെ കയ്യെ മുട്ടാൻ പാടില്ല. മുട്ടിയ കുഴപ്പമൊന്നുമില്ല, ഇന്നത്തെ പഴയ കാലമല്ല ഇന്നത്തെ കാലം. എങ്കിലും കാരണം ആ കൊച്ചിനൊരു തെറ്റഭിപ്രായം ഉണ്ടാകരുത്. പാസ്റ്റർ അറിഞ്ഞുകൊണ്ടാണോ മുട്ടിച്ച്? സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടാവും. അപ്പോൾ കണ്ണിലോട്ട് നോക്കും. നിങ്ങൾ മാന്യരായിട്ട് ജീവിച്ച് മാന്യരായിട്ട് മരിക്കണം. വീടുണ്ടെങ്കിലും വീടില്ലെങ്കിലും നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ, അന്യജാതിക്കാർ പറയുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലാണ്, 15ാമത്തെ നിലയിലാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്തിനായി 15ാമത്തെ നിലയിൽ താമസിക്കുന്നത്. ആദ്യം കർത്താവ് വരുമ്പോഴേ കുറച്ച് പേരെയൊക്കെ കൊണ്ടുപോകും. അപ്പം മേളിൽ താമസിക്കുന്ന ഞങ്ങളൊക്കെ പോയി 15 മിനിറ്റ് കഴിയുമ്പോഴേ നിങ്ങളൊക്കെ വരത്തുള്ളൂ. ഇന്നലെ രാത്രിയിൽ ഇദ്ദേഹത്തിൻ്റെ 3ാമത്തെ നിലയിലായിരുന്നു ഞാൻ കിടന്നത്. അന്നേരം ഞാൻ ആലോചിച്ചു, പാസ്റ്റർ വരുന്നത് പിന്നായിരിക്കും ഞാൻ ആദ്യം അങ്ങ് പോകും. അതോ കർത്താവ് 6ാം നിലയിലായിരുന്നു. അപ്പം ഞാൻ താമസിക്കുന്നത് 15ാമത്തെ നിലയിലാണ്. 3 വീട്ടുകാരാണ് അവിടെ, 3 ഫ്ലാറ്റ്. 4 അടി അപ്പുറത്ത്, 4 അടി കാണത്തില്ല, 3 അടി അപ്പുറത്ത്, 1 2 3 3.5 4 അടി എന്ന് വിചാരിച്ചു. 4 അടി അപ്പുറത്ത് വേറൊരു വീട്. ഇവിടെ ഞങ്ങളുടെ വീട് അതിസുന്ദരിയായ, സായിപ്പന്മാർക്ക് പോലും അത്രയും നിറമില്ലാത്ത റോസാപ്പൂവിൻ്റെ നിറമുള്ള ഒരു കാശ്മീരി ബ്രാഹ്മണ സ്ത്രീയാണ് അവിടുത്തെ. ഒരു 38 വയസ്സ് കാണും. അവിടെയൊക്കെ ചോദിക്കാം, PG വർഗീസിൻ്റെ നോട്ടം എവിടെങ്കിലും പോയിട്ടുണ്ടോ? കൃപയാൽ, അഹങ്കരിക്കുമല്ല കേട്ടോ, കൃപയാൽ. എൻ്റെ ആളോട് ചോദിക്കും, വർഗീസ് ഈ നിലയിൽ എങ്ങനെയായി? വിശ്വാസം പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് അടുത്ത പ്രാവശ്യം പറയാം. എങ്ങനെ ഈ നിലയിലായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുതരാം. 1 ശമൂവേൽ 18-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം എടുക്കാമോ കുഞ്ഞ്? കമ്പ്യൂട്ടറിനകത്തൊന്നിടാമോ? അവൻ വളരെ വിവേകത്തോടെ 1 ശമൂവേൽ 18-14 അവൻ വളരെ വിവേകത്തോടെ നടന്നു. ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും പുരുഷന്മാർ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അയൽക്കാരോട് സംസാരിക്കുമ്പോൾ, സഭയിൽ വരുമ്പോൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ, പുരുഷന്മാർ, സ്ത്രീകൾ, രൂപ എണ്ണുമ്പോൾ, എപ്പോഴും എല്ലായിടത്തും വിവേകത്തോടെ നടക്കണം. ഒരിക്കലും ഒരു മനുഷ്യൻ ഹിന്ദുവാണ്, അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്ക വന്നപ്പോൾ എൻ്റെ കൂടെ ഞാൻ സ്നാനപ്പെടുത്തിയ ഒരു ബ്രാഹ്മണൻ, മറ്റേയാളും ബ്രാഹ്മണനാണ്, തോമസ് ശർമ്മ. അദ്ദേഹത്തിൻ്റെ പഴയ പേര് രത്തൻലാൽ ശർമ്മ എന്നായിരുന്നു. അവർ റിലേറ്റീവ്സാണ്. അപ്പോൾ ഈ മനുഷ്യനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു. പറഞ്ഞൊരു ഒരു പ്രശ്നം പറഞ്ഞു തീർക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ പറ്റി ചോദിച്ചു, ബാഗ് ഇവിടെ വെച്ചിട്ട് പോട്ടെ. ഞാൻ ഒരു മുറിയിലാണ് താമസിക്കുന്നത്, അന്ന് കട്ടറായി വെച്ചാണ്. ഇവിടെ വെച്ചിട്ട് പോട്ടെ. ഞാൻ പറഞ്ഞാട്ടെ. അദ്ദേഹത്തിൻ്റെ ബ്രീഫ് കേസ് അവിടെ വെച്ചു. എന്നിട്ട് പറഞ്ഞ് ഞാനവിടെ പോയി സംസാരിക്കട്ടെ, ഏതാണ്ട് പറഞ്ഞ് തീർത്തിട്ട് രൂപ കൊടുക്കാനുള്ളതാണ്. ഞാൻ പറഞ്ഞു അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ ബ്രീഫ് കേസ് പൂട്ടിയില്ല, അത് നിറച്ച് രൂപയാ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യത്തോടെ പോകാം, 1 രൂപ അതിനകത്തെ കുറയത്തില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാലും നിങ്ങൾ രൂപ എണ്ണുമ്പം, ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ കടലാസുകളൊക്കെ എടുക്കുമ്പം, ഒരു കടലാസ്, ഒരു കടയിൽ ജോലി ചെയ്യുമ്പം 1 സോപ്പ്, ഒരാശുപത്രി ജോലി ചെയ്യുമ്പം 2 ഗുളിക. എത്ര എണ്ണം ഓടയിൽ കൂടെ അങ്ങ് പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2 കൂടെ അങ്ങ് പോയാൽ കുഴപ്പം വരണ്ട. ഈ ഓടയിൽ കൂടെ അങ്ങ് പോട്ടെ, പാടില്ല. മാന്യർ ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും, രാജാവിന് പലതും ചെയ്യാം, പലരോടും ചെയ്യാം, അവിടെ വരുന്ന സ്ത്രീകളോട് ചെയ്യാം, രൂപയ്ക്കകത്ത് ചെയ്യാം. നിങ്ങളുടെയും ജീവിതത്തിനകത്ത് എല്ലാ വഴികളിലും വിവേകത്തോടെ നടക്കണം. വൈസ്ലി, വിവേകത്തോടെ നടക്കണം. അതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതായിരിക്കട്ടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. യഹോവ നിങ്ങളോട് കൂടെയുണ്ട്.
അതായിരിക്കട്ടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. നമ്മളെല്ലാവരും ക്വിക്ക് ഫിക്സാണ് അല്ലേ? എളുപ്പം വേണം. ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ മറുപടി കിട്ടണം. ഇല്ലെങ്കിൽ ഒരു പെങ്കൊച്ചിന് വേണ്ടി 10ാം ക്ലാസ് തോക്കുമെന്ന് വിചാരമുള്ള ഒരു പെങ്കൊച്ചും അമ്മയും കൂടെ വന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കൂടെയുള്ള ഷാജി വർഗീസ് പ്രാർത്ഥിച്ചു. ചോദിച്ചു എന്തോ വേണം? എനിക്കൊരു ഡോക്ടറാണോ? അമ്മ പറഞ്ഞു അവൾ 17.5 മാർക്ക് വാങ്ങിച്ചൊന്ന് ജയിച്ചാൽ മതിയായിരുന്നു. ഷാജി വർഗീസ് പറഞ്ഞു നീ ഒരു ഡോക്ടറാവും. 5ാമത്തെ വർഷത്തിൽ അവൾ വീണ്ടും വന്നു. ചോദിച്ചു നീ ഇപ്പോൾ എന്തോ ചെയ്യുക? യു പ്രേഡ് ഫോർ മീ, നൗ ഐ എം എ ഡോക്ടർ. നീ പ്രാർത്ഥിച്ചു, ഞാനിപ്പോഴൊരു ഡോക്ടറാണ്. പക്ഷേ ഞാനിപ്രാവശ്യം കാണാൻ പോയി. ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ല. എന്താ കാര്യം? ദൈവം എനിക്ക് എന്തോ ചെയ്തു. നന്ദിയുള്ള ഒരു ഹൃദയം, ഹമ്പിളായിട്ടുള്ള ഒരു ഹൃദയം. ഈ ബാല്യക്കാരൻ്റെ ഗുണം കൊണ്ടാണ്, ഈ മനുഷ്യനും ഗുണം കൊണ്ട് ബാല്യക്കാരനും അതുപോലെയാണ്. അപ്പോൾ നിങ്ങളും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടുത്തെ അദ്ദേഹത്തിന് ദോഷമൊന്നും വരുത്തരുത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ദോഷമൊന്നും വരുത്തരുത്, അദ്ദേഹത്തിൻ്റെ പെമ്മക്കൾക്ക് ദോഷമൊന്നും വരുത്തരുത്, അദ്ദേഹത്തിൻ്റെ സ്വത്തിനൊന്നും ദോഷം വരുത്തരുത്. എൻ്റെ കൂടെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ചാത്തന്നൂർക്കാരനൊരു CK ജോർജ് ഉണ്ട്. ഇവിടെ ഡോക്ടർ ലാൽജി ഉണ്ട്, നിങ്ങൾക്കറിയായിരിക്കും, റെയിൽവേ സ്റ്റേഷന് ഇപ്പുറത്ത്. അദ്ദേഹം പോയി കണ്ടായിരുന്ന ആളി, ഡോക്ടർ ലാജി ജോർജ് നല്ല ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനൊരു മീറ്റിംഗ് അടക്കുമ്പോഴാണ് CK ജോർജ് എന്നെ കാണാനായിട്ട് വന്നു. എൻ്റെ പ്രസംഗം കേട്ടു എൻ്റെയൊക്കെ പറഞ്ഞ് ഞാൻ വരികയാണ്. എൻ്റെ കൂടെ അപ്പനില്ല, അപ്പൻ സിംഗപ്പൂരിൽ ജോലി ചെയ്യുമ്പോൾ മരിച്ചുപോയി. ജീവിക്കാൻ മാർഗം വലിയ മാർഗമൊന്നുമില്ല. 2 ഏക്കറോ 3 ഏക്കറോ ഭൂമി എങ്ങാണ്ടുണ്ട്, 2-3 തെങ്ങുണ്ട്, അതിൻ്റെയൊക്കെ കായ്മാനമേ ഉള്ളൂ. വീട്ടിൽ അമ്മയുണ്ട്, ജോലി ഇല്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്? 2 സഹോദരിമാരുണ്ട്, ഇളയത് ഒരു അനിയനുണ്ട്, അവരെയൊക്കെ പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ 150 രൂപ ശമ്പളം തരാൻ വേണമെങ്കിൽ. ആ മനുഷ്യൻ MA പഠിച്ച മനുഷ്യൻ എൻ്റെ കൂടെ പ്രവർത്തിക്കാനായിട്ട് വന്നു. ഒത്തിരി കഥകളുണ്ട്. 150 രൂപയാണ് ഞാൻ കൊടുക്കുന്നത്. ചാപ്പാടെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ താമസിക്കുന്നത്, ഞങ്ങളുടെ കൂടെ ആഹാരം കഴിക്കുന്നത്. പക്ഷേ അതിനകത്ത് വേണം സോപ്പ്, ചീപ്പ്, കണ്ണാടി ഇതെല്ലാം വാങ്ങിക്കേണ്ടത്. ഒരു ദിവസം ഒരു സായിപ്പ് വന്നു, ജോൺ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ സായിപ്പ് വന്നു. എനിക്ക് 10 ലക്ഷം രൂപ തന്നു. ഞാനത് CK ജോർജിനെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു നമുക്കൊരു പുരയിടം വാങ്ങിക്കാം. പുരയിടം വാങ്ങിച്ചു. 4 ഏക്കർ ഭൂമി, കെട്ടിടം പണിയാം. അന്ന് 10 ലക്ഷം വലിയൊരു തുകയാണ് കേട്ടോ. ഒരു 13 മുറിയുടെ ഒരു ബൈബിൾ സ്കൂളൊക്കെ പണിതു. 2 മുറിയുടെ എനിക്ക് താമസിക്കാനൊരു വീടുമൊക്കെ പണിതു. ഒരു ദിവസം ലില്ലി എൻ്റെയൊക്കെ പറഞ്ഞു അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. എൻ്റെ ദൈവമേ, വീട്ടിൽ 2 പെങ്ങന്മാരുണ്ട്, ഒരു അനിയനുണ്ട്, അമ്മ വിധവയാണ്, ജീവിക്കാൻ വലിയ മാർഗം. ഞാൻ ഒരു വീട്ടിൽ പോയിട്ടുണ്ട്. എങ്കിലും എൻ്റെ കർത്താവേ, ഞാൻ പറഞ്ഞു വൈകുന്നേരം പറഞ്ഞു ജോർജ് പറയാം ബാ നമുക്ക് നടക്കാൻ ബാ. ഞങ്ങൾ നടന്നു. ഒരു പോച്ച എടുക്ക്, പോച്ചപ്പുറത്ത് വന്ന് അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു ജോർജ് പറയാതെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാമെന്ന്. എൻ്റെയൊക്കെ പറഞ്ഞു എന്നെ വിളിക്കുന്ന ബ്രദറിന്. എനിക്കതാ ഇഷ്ടം കേട്ടോ. ബ്രദർ വിഷമിക്കണ്ട, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ചെയ്താൽ അങ്കിളിന് അപമാനമായി, ബ്രദറിന് അപമാനമായി തരും, ഞാനത് ചെയ്യത്തില്ല. ഞാൻ ചോദിച്ചു ജോർജ് പറയാം 10 ലക്ഷം രൂപ കൊടുത്തല്ലേ? 10 അല്ല 11,10,000 രൂപ കൊടുത്ത. ഞാൻ ചോദിച്ചു ജോർജ് ബ്രദറെ എത്ര രൂപ കുറവുണ്ട്? കുറവല്ല, 1,10,000 രൂപ കൂടുതൽ. ഞാൻ ചോദിച്ചു കൂടുതലുണ്ടെങ്കിൽ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? പറഞ്ഞു ഞാൻ പോയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടിനെ കണ്ടു. അദ്ദേഹം ഒരാളിനെ കണ്ടു, ഇന്നതാണെന്ന് പറഞ്ഞില്ല. അദ്ദേഹം ഒരാളിനെ പറഞ്ഞയച്ചു. അവർ വന്നിട്ട് കണക്ക് മുഴുവൻ പരിശോധിച്ചു. അവിടെ അസിസ്റ്റൻ്റാണ്, കണക്ക് മുഴുവൻ പരിശോധിച്ചു. എല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഞാനും നോക്കിയിട്ട് പിടി കിട്ടുന്നില്ല, ഒരു കാര്യം ചെയ്തോ, നമുക്ക് പപ്പാതി എടുക്കാം. ആരും അറിയത്തില്ല. PG വർഗീസ് നോക്കിയാലും കണ്ടുപിടിക്കാതെ, ഞാൻ നോക്കിയാൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സാറിന് നോക്കിയാലും കണ്ടുപിടിക്കത്തില്ല. അതുകൊണ്ട് 60,000 ജോർജ് എടുത്തു, 50,000 എനിക്കിതാ. ആരും അറിയത്തില്ല. ജോർജ് ബ്രദർ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അങ്കിൾ ബ്രദർ PG വർഗീസ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് 3 പേർക്കറിയാം. 1 ദൈവത്തിനറിയാം, 2 പിശാചിനറിയാം, 3 എനിക്കറിയാം. ഞാൻ മരിക്കുമ്പോൾ നിലവിളിച്ചുകൊണ്ടായിരിക്കും മരിക്കുന്നത്. ചെയ്തില്ല, അദ്ദേഹം ചെയ്തില്ല. ഞാൻ 2 പെങ്ങന്മാരെ കെട്ടിക്കണം. അന്നത്തെ കാലത്ത് ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ ഒരാളിനെ കെട്ടിച്ചുവിടാം. 2 പെങ്ങന്മാരെ കെട്ടിക്കണം, അതിനെ എന്നെ പഠിപ്പിക്കണം. അമ്മ വിധവയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എത്ര വലിയ ടെംപ്റ്റേഷൻ ഉണ്ടായാലും പിശാചിന് അടിമപ്പെടാതെ വിശ്വസ്തനായിരിക്കണം.
നിങ്ങൾ ആരുടെ കൂടാണോ പ്രവർത്തിക്കുന്നത്? പാസ്റ്ററോട് എനിക്ക് ധൈര്യത്തോടെ പറയാം, CK ജോർജിൻ അന്നത്തെ കാലത്ത് കോടിക്കണക്കിന് രൂപ കൊടുത്തു കഴിഞ്ഞാലും പോകത്തില്ല. എൻ്റെ ഭാര്യയോ എൻ്റെ മോളെയോ അദ്ദേഹം ഒരു മുറിയിൽ താമസിക്കുമ്പോൾ ഞാൻ കൂടെ താമസിപ്പിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നെങ്കിലും എൻ്റെ ഭാര്യയ്ക്കോ മകൾക്കോ പോറിലേക്കത്തില്ല. പേഴ്സൺ ഓഫ് ഇൻറ്റഗ്രിറ്റി. ഈ ദാസൻ, ഈ ബാല്യക്കാരൻ ഒരു ഇൻറ്റഗ്രിറ്റിയുള്ള മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം 7ാമത്തെ വാക്യം വായിക്കട്ടെ. ഏതാ? മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം. അവനോട് ഞാൻ വന്നവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. യേശു ആരാണ് അവൻ സൗഖ്യമാക്കുന്നത്? ഒരു ഡോക്ടറെ അടുക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ മരുന്ന് തരും, സൗഖ്യമാക്കാനൊക്കത്തില്ല. ഏറ്റവും വലിയ എക്സ്പെർട്ടായിട്ടുള്ള ഒരു ഡോക്ടറെ അടുക്ക് ചെന്നിട്ട് നല്ല ഡിഗ്രി, 2-3 ഡിഗ്രി ഉള്ള ഒരാളെന്ന് വിചാരിച്ചു. അടുക്ക് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് തലവേദന, ചെറിയ തലവേദന, ഇന്നലെ വൈകിട്ട് തുടങ്ങിയ, സുഖമാക്കാമോ? പഠിത്തമുള്ള ഡോക്ടർ പറയത്തില്ല സുഖമാക്കാമെന്ന്. ഉടങ്കൊല്ലി വൈദ്യം പറയും, ഇതൊരു കൊച്ചു കാര്യമാണ്. പഠിത്തമുള്ളതും പറയത്തില്ല. ഡോക്ടർക്ക് മരുന്ന് തരാനേ ഒക്കത്തുള്ളൂ, പക്ഷേ എൻ്റെ ദൈവമാണ് സൗഖ്യമാക്കുന്നത്. നിങ്ങൾ ഓർക്കണം, മരുന്നെടുത്ത് കൈ വെച്ചിട്ട് ദൈവത്തിന് നന്ദി പറയണം. മരുന്ന് കഴിക്കുന്നവരും മരുന്ന് കഴിക്കാത്തവർക്കായിട്ട് സ്തോത്രം. മരുന്ന് കഴിക്കുന്നവരും ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യും കേട്ടോ. എപ്പോഴും ഒന്നും ചെയ്യത്തില്ല, പക്ഷേ ചിലപ്പോൾ കർത്താവേ, ഈ മരുന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടർമാർക്ക്, സയൻറ്റിസ്റ്റുമാർക്ക് ബുദ്ധി കൊടുത്തത് നീയാണ്. ബിക്കോസ് ഗോഡ് ഹേറ്റ്സ് പെയിൻ. ദൈവത്തിന് വേദന ഇഷ്ടമല്ല. അതിന് മനുഷ്യന് കൊടുത്തിരിക്കുക. കർത്താവ്, ഈ മരുന്നിനായിട്ട് സ്തോത്രം. ഇതെൻ്റെ ശരീരത്തിൽ പോകട്ടെ, എൻ്റെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കട്ടെ. എൻ്റെ ശരീരത്തിനകത്ത് മുഴുവൻ മുകൾ മുതൽ ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ ഒരു ഭയങ്കര ഹീലിംഗ് ഉണ്ടാകട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ച് മരുന്ന് കഴിക്കണം. ഹല്ലേലൂയ. സൗഖ്യമാക്കുന്നത് യഹോവയാണ്, മരുന്നല്ല. നിങ്ങളെ സഹായിക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. എവിടുന്നാണ് സഹായം വരുന്നതെന്ന് അറിയത്തില്ല. ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഉദാഹരണം ഒന്നും പറയരുതെന്നാളൊന്നും തീരുമാനിച്ചതാണ്. കാരണം എൻ്റെ ഉദാഹരണം ഒത്തിരി പേർക്കറിയാം. പിന്നെന്താ, ഞങ്ങളുടെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പത്താംകോട്ട്. 24 മണിക്കൂറും പ്രെയർ. അതിനകത്തൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അവരുടെ വീട്ടിലെ പ്രശ്നം കൊണ്ട് ദരിദ്രമായ വീടാണ്, ലക്ഷം കോളനിയിലെ വീടാണ്. അവിടെ കല്യാണം നടക്കത്തില്ല, അവിടെ അനിയത്തിയുടെ കല്യാണം നടക്കത്തില്ല, അപ്പൻ ഏതാണ്ട് അസുഖമാണെന്ന് അങ്ങോട്ട്, ക്യാൻസറാണെന്ന് അങ്ങോട്ട് എഴുത്ത് വന്നു. ആത്മഹത്യ ചെയ്തു. അപ്പോൾ ശവം ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടുത്തെ പോലീസ് DSPയുടെ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് DYSP. ഞാൻ പോലീസുകാരനൊക്കെ ചെയ്യണം, അങ്ങോട്ടാണ് ചോദിക്കുന്നത്. DYSP അയാൾക്ക് അയാൾ സ്ത്രീയാണ്, UP-കാർ സ്ത്രീയാണ്. അവർ ചിലപ്പോൾ ആൻറ്റി ക്രിസ്ത്യനോടായിരിക്കാം. ഇങ്ങോട്ട് വന്ന് വെച്ച് ആശുപത്രിയോട് വന്ന് വെച്ചാൽ ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ വെച്ച് നോക്കിയേ, മലയാളികൾക്ക് എല്ലാവർക്കും പഠിത്തമുള്ളവരാണ്. 100% പഠിത്തമുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. അവിടെ ആരും ആത്മഹത്യ ചെയ്യത്തില്ല. അതുകൊണ്ട് ഇത് ആത്മഹത്യ ആയിരിക്കത്തില്ല. ശരിയായിട്ട് തറോ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ അന്നത്തെ അവിടുത്തെ ലീഡർ ഈപ്പച്ചനാണ്. ഈപ്പച്ചനും എൻ്റെ മോൻ ബ്ലസനും, 2ാമത്തെ മോൻ ബ്ലസനും കൂടെ ഇങ്ങനെ നിൽക്കുക. അവരും പേടിച്ചു. ഈ പെൺകുട്ടിയെ നോക്കിക്കഴിയുമ്പോൾ അവൾ കന്യകയല്ലെന്ന് വന്നാൽ, ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ എന്തെങ്കിലും ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് പാസ്റ്ററാന്ന് പറയാം. ഈപ്പച്ചനാകെ വിഷമിച്ച് നിൽക്കുകയാണ്. എൻ്റെ മോൻ ഒന്ന് കൊച്ചനാണ്, 17-18 വയസ്സേ ഉള്ളൂ. അവനും അപ്പുറത്ത് നിൽക്കുക. ഈപ്പച്ചനെ നോക്കി. ഈപ്പച്ചൻ വിചാരിച്ചത് കുരുങ്ങിയത് തന്നെ. ആർക്കറിയാം അവൾ കന്യകയാണോ ഇല്ലയോ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അതിലെ കൂടെ ഒരു സർദാർ, രാത്രി 11 മണിക്ക് ഒരു സർദാർജി കയറിപ്പോന്നു. വെള്ള ജുബായും വെള്ള പൈജാമായും വെള്ള പകിടിയും ഒക്കെ കെട്ടി. സർദാർജിമാർ വെള്ളപ്പകിടി കെട്ടിക്കഴിഞ്ഞാൽ അവരുടെ അപ്പൻ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അയാൾ അങ്ങോട്ട് കയറി പോവുകയാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞ് വളരെ വേഗത്തിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞ് തിരിച്ചു വന്നു ചോദിച്ചു, ഇവിടുത്തെ പള്ളിയിലെ അച്ഛനല്ലയോ? പറഞ്ഞാന്നോ. എന്തിനാണ് അവിടെ നിൽക്കുന്നത്? പറഞ്ഞ് ഞങ്ങളിവിടെ ഒരു ആത്മഹത്യ നടന്നു, അതുകൊണ്ട് ശവം അവിടെ കിടക്കുക, ഞാൻ പിടിക്കണം നിൽക്കുക. അയാൾ ഡോക്ടർമാരെയും നേഴ്സുമാരെയും പോലീസുകാരെയും എല്ലാവരും കൂടി വിളിച്ചു. പറഞ്ഞ് ഞാനാണ് ഇവിടുത്തെ പാർലമെൻറ്റ് മെമ്പർ, ഇത് ഇവിടുത്തെ പള്ളിയിലെ അച്ഛനാണ്. അച്ഛന് ഒരു ദോഷം ഉണ്ടായി പോകരുത് കേട്ടോ. ശരിയായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോ, പക്ഷേ അച്ഛൻ്റെ പേരിൽ വെറുതെ യാതൊരു ആരോപണവും വരരുത് കേട്ടോ. ഈപ്പച്ചൻ്റെ പറഞ്ഞ് പോയി കിടന്നുറങ്ങിക്കോ. ഈപ്പച്ചൻ എൻ്റെയൊക്കെ പറഞ്ഞ, ഞാൻ അയാളെ കണ്ടിട്ടില്ല, അയാൾ എങ്ങനെ ഞാൻ അച്ഛനായെന്ന് ആണെന്ന് പോലും അറിഞ്ഞാൽ. നിന്നെ ആരെങ്കിലും സഹായിച്ചാൽ അത് അവരല്ല, ദൈവമാണ്. ഏതെങ്കിലും കാക്ക നിനക്ക് ആഹാരം തന്നാൽ കാക്കയല്ല തന്നത്, ദൈവമാണ്.
ആരെങ്കിലും പോകുമ്പം വണ്ടി നിർത്തി നിന്നെ ലിഫ്റ്റ് എടുത്താൽ, ഞാൻ കൊല്ലത്തോട് നടന്നു പോവാണ്, ഒരു കാർ വന്ന് നിർത്തി. എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കൂടെ വന്ന ആളിന് വേണ്ടി, തുണ്ടിലെ അച്ഛന് വേണ്ടി. ആരാന്നറിയോ? എൻ്റെ പപ്പായുടെ തോട്ടം മുതലാളിയുടെ മോൻ ഡോക്ടർ അലക്സാണ്ടർ ബെൻസീറിലെ ഡോക്ടറായിരുന്നു. അയാളല്ല എനിക്ക് ലിഫ്റ്റ് തന്നത്, എൻ്റെ ദൈവം പറഞ്ഞിട്ടാണ്. നിൻ്റെ പരീക്ഷയിൽ നിന്നെ ജയിപ്പിക്കാൻ, നിൻ്റെ വിസ അടിച്ചു തരാൻ. ഇനിയും കഥ പറയട്ടെ. ഒരു കൊച്ചൻ എൻ്റെ വന്നു വെച്ച് പറഞ്ഞു, ഞാൻ ഡൽഹിയിലാണ്, ഒരു കൊച്ചൻ വന്നു വെച്ച് പറഞ്ഞു, അങ്കിളെ ഇവിടുത്തെ മിലിറ്ററി ഡിപ്പോയിൽ അങ്കിൾ ജോലി ചെയ്തതില്ലയോ, വെഹിക്കിൾ ഡിപ്പോയിൽ. ഞാൻ പറഞ്ഞു വന്നു. അങ്കിളെ എനിക്ക് വെഹിക്കിൾ മെക്കാനിക്കായിട്ട് ഇൻ്റർവ്യൂ, വെഹിക്കിൾ മെക്കാനിക്ക് പഠിച്ചതാണ്. എല്ലാവരും ഭയങ്കര റെക്കമെൻഡേഷനായിട്ടുണ്ട്. അങ്കിളിന് പരിചയമുള്ള എല്ലാവരും ഉണ്ടോ ഇവിടെ? ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ ഞാൻ പണ്ട് 10-25 വർഷം മിലിറ്ററി ഓഫീസേഴ്സിന് 3 വർഷം കഴിയുമ്പോൾ ട്രാൻസ്ഫറാണ്, എനിക്ക് ആരെയും അറിയത്തില്ല കേട്ടോ. പിന്നെ എന്താ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാവുന്ന വേറൊരാളുണ്ട്, ഞാൻ ആളുടെയൊക്കെ പറയാം. ഇനി തോളയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവായ യേശുവേ, നീ അവന് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ ചെയ്യണം, യേശുവിൻ്റെ നാമത്തിലാകുമ്പോൾ. തിരിച്ചു വന്നു. എങ്ങനെയുണ്ട് കുഞ്ഞെ? പറഞ്ഞു, രക്ഷയൊന്നുമില്ല കേട്ടോ. ഈ അവിടെ വരുന്നൊരു ബ്രിഗേഡിയർമാരുടെ റെക്കമെൻഡേഷൻ, പാർലമെൻറ്റ് മെമ്പർമാരുടെ റെക്കമെൻഡേഷൻ, മിനിസ്റ്റർ ഒന്ന് ആകെ ഉള്ളത് 10-21 വേക്കൻസിയേ ഉള്ളൂ, എന്നും കേട്ടോ തോന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും വലിയ ആളിൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കാര്യം ചെയ്യാം. 7ാമത്തെ ദിവസം അപ്പോയിൻമെൻറ്റ് ലെറ്റർ. അത് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ കമാൻഡിങ് ഓഫീസർ കേണൽ അവനെ വിളിച്ചു. നിനക്ക് ആർമി ജനറലുമായിട്ട് എങ്ങനെയാണ് പരിചയം? അയ്യോ, എനിക്ക് പരിചയമൊന്നുമില്ല. എടാ, എനിക്ക് ഫോൺ വന്നു, നിൻ്റെ പേര് ടിക്ക് ചെയ്യണമെന്ന്. അയാൾ നോക്കിയിട്ട് പറയാ, എനിക്ക് അബദ്ധം പറ്റിയ 16 പകരം ഞാൻ 17 ടിക്ക് ചെയ്ത്. വേറെ ആരാണ്ടടാ പേര് പറഞ്ഞ? ജനറൽ പറഞ്ഞവന് കിട്ടിയില്ല, അവന് കിട്ടി. എൻ്റെ ദൈവം വലിയവനാണ്. അവനിതിനെ പരീക്ഷയിൽ ജയിപ്പിക്കാൻ കഴിയും. ഇനിയും കഥ വരുന്നു. എൻ്റെ ദൈവം, ഇന്ന് പ്രസംഗമില്ല. ചില വിശ്വാസമുണ്ട്, ചില വിശുദ്ധി ഉണ്ടല്ലയോ. ഒരു എറണാകുളത്തുള്ള ഒരു പെങ്കൊച്ച്, എന്തോ എൻ്റെ പേര് മിഥു സേലത്ത് പഠിക്കുകയാണ്. MCA എന്ന് പറഞ്ഞാൽ എന്തുവാ, കുക്കിംഗ്, അത് മാസ്റ്റേഴ്സ് ഇൻ കുക്കിംഗ് ഏതാണ്ട് ഒരെണ്ണം ഉണ്ട് കേട്ടോ, എനിക്കറിയാം. കമ്പ്യൂട്ടറിൻ്റെ മാസ്റ്റേഴ്സ് പഠിക്കുകയാണ്. അപ്പോൾ കമ്പനിയിൽ നിന്ന് വന്നിട്ടുണ്ട്, നല്ലൊരു കമ്പനിയിൽ നിന്ന് വന്നിരിക്കുകയാണ് ഇൻ്റർവ്യൂ എടുക്കാനായിട്ട്, ക്യാമ്പസ് സെലക്ഷൻ. അവൾ അതിന് 2 മാസത്തിന് മുമ്പ് ഞാൻ എറണാകുളത്ത് ചെല്ലുമ്പോൾ എൻ്റെ അടുക്ക് വന്നിട്ട് സുന്ദരിയായൊരു പെണ്ണ കേട്ടോ. അവളിങ്ങനെ വന്നു വെച്ചാൽ എൻ്റെ ഒക്കെ പറഞ്ഞു, അങ്കിളിൻ്റെ നമ്പർ ഒന്ന് തരാം. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ നമ്പർ ആർക്കും കൊടുക്കത്തില്ല. അങ്കിള് പ്ലീസ്. ഞാൻ ആ പ്ലീസ് കേട്ടപ്പോൾ അലിഞ്ഞു പോയി. ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു. എന്നിട്ട് എൻ്റെ ഒരു പ്രോമിസ് ചെയ്തു, അങ്കിളെ ഞാൻ വല്ലാത്ത വീട്ടിലാവുമ്പോഴേ അങ്കിളിനെ വിളിക്കത്തുള്ളൂ. അവളുടെ ഫോൺ, അങ്കിളെ അന്ന് നമ്പർ വാങ്ങിച്ച മിഥുവാണ് ഞാൻ. എന്താ കുഞ്ഞ കാര്യം? ഇവിടെ ഇൻ്റർവ്യൂ എടുക്കുക കേട്ടോ. കയറിപ്പോന്ന് ഓരോരുത്തരും കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നു. ഇനി 3ാമത്തെ നമ്പർ എൻ്റെ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു, കർത്താവേ, കയറിപ്പോന്നവരെല്ലാവരും കരഞ്ഞുകൊണ്ട് വരുക, എവിടെ ചിരിച്ചുകൊണ്ട് വരുവാൻ തക്കൊണ്ട് ഇടയായി തരണം യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. 3-4 വാക്യമൊക്കെ കോട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ, അങ്കിളെ ഒരു അത്ഭുതം നടന്നു. എന്താ നടന്നു? ഞാനിവിടെ ചെന്നു, 4 പേരുണ്ടായിരുന്നു ചോദ്യം ചോദിക്കാൻ. ഒരാളൊരു ചോദ്യം ചോദിച്ചു, ഒരാളൊരു ചോദ്യം ചോദിച്ചു, ഇളൊരു ചോദ്യം ചോദിച്ചു, ഒരാളൊരു ചോദ്യം ചോദിച്ചു. അവസാനം പറഞ്ഞു, അവസാനത്തെ ചോദ്യം മുമ്പേ വന്നവരാരും ശരിയായിട്ട് പറഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾ അവരെ എല്ലാം റിജക്റ്റ് ചെയ്തു. നീ ഇതിന് ശരിയായിട്ട് മറുപടി പറയാമെങ്കിൽ യു ആർ സെലക്റ്റഡ്, നിന്നെ എടുത്തിരിക്കുന്നു വിചാരിച്ചാട്ടെ. അവളിങ്ങനെ ഇരിക്കും. അവൾ വലിയ മിടുക്കിയല്ല, അതായത് വേറെ കൊച്ചു കേൾക്കല്ലേ കർത്താവേ. അവൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വലിയ സ്മാർട്ടല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഇപ്പോഴും എൻ്റെ നമ്പരൊന്നുമില്ല, നമ്പറൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്ക് പറഞ്ഞു, അങ്കിളെ അവസാനത്തെ ചോദ്യം ഏതാണ്? എനിക്ക് അറിയത്തില്ല അങ്കിളെ. ഞാൻ പറഞ്ഞു, എൻ്റെ യേശുവേ കറക്റ്റ്, നീ മാത്രമേ ശരിയായിട്ട് മറുപടി പറഞ്ഞിട്ടുള്ളൂ, യുവർ സെലക്ട്. ഇത് ഉണ്ടാക്കി പറഞ്ഞല്ല കേട്ടോ. മിഥു സെലക്ടഡായി. അവളിപ്പോഴും ജോലി ചെയ്യുക ബാംഗ്ലൂരിൽ കമ്പനിയിൽ. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ. ഇപ്പം പഠിക്കുന്ന ചിലർ വിചാരിക്കുക ഇനിയും തൊട്ട് ഞാനും അങ്ങനെ ചെയ്യുന്നുള്ളൂ. PG വർക്ക് ഇതിനെ വിളിച്ചിട്ടൊന്ന് പ്രാർത്ഥിപ്പിക്കും, ചോദ്യം ചോദിക്കുമ്പോൾ ഞാനും എൻ്റെ യേശു എന്ന് പറയും, എനിക്ക് സെലക്ഷൻ കിട്ടും. ചിലപ്പോൾ ഒരു ചവിട്ടൂടെ കിട്ടും.
വിശ്വാസവും വിശുദ്ധിയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകണം. കുഞ്ഞെന്താ എടുക്കുക? ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുക. എന്താ പഠിച്ച? കമ്പ്യൂട്ടർ എഞ്ചിനാ. ചോദ്യം മറുപടി പറയാമെങ്കിൽ പേന ആരാ? പേന ഇല്ലല്ലോ. എൻ്റെ കയ്യിലുണ്ട്. ചോദ്യം, സക്സസ് എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് പറയാം. എൻ്റെ പേന കൊണ്ടുപോയി. ഞാൻ സക്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്പെല്ലിങ് ചോദിച്ചപ്പോൾ പറയാം ഹാർഡ് വർക്ക് എന്ന്. ഹാർഡ് വർക്ക് എന്നുള്ളത് സ്പെല്ലിങ് അല്ല, അതിൻ്റെ വാക്കാണ്. കറക്റ്റ് കറക്റ്റ്. ഹല്ലേലൂയ. വില കുറഞ്ഞ പേനായ കേട്ടോ. സക്സസ് എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് HARDWORK. നീ കാര്യമായിട്ട് പഠിക്കണം. ഞാൻ എനിക്കൊക്കെ ചോദിക്കാം, നിങ്ങൾ ആരെങ്കിലും ഈ വർഷത്തിൽ ഒരാത്മാവിനെ നേടാൻ ശ്രമിച്ചോ? ശ്രമിച്ചോന്ന് പറഞ്ഞാൽ, കർത്താവേ, അപ്പുറത്ത് കള്ളു കുടിക്കുന്ന ഒരു തോമസ് കുട്ടി ഉണ്ടല്ലോ, അവനെ രക്ഷിക്കണം. ആ തോമസ് കുട്ടിയോട് യേശുവിനെ പറ്റി പറഞ്ഞോ? ഒന്നുമല്ലെങ്കിൽ ഒരു പുസ്തകം കൊണ്ട് കൊടുത്തോ? അവനെ മീറ്റിങ്ങിന് വിളിക്കണം. കഴിഞ്ഞ വർഷം ഞങ്ങൾ 18,000 ഹിന്ദുക്കൾക്ക് സ്നാനം കൊടുത്തേ. എങ്ങനെ? ഞാനല്ല, എൻ്റെ ഓരോ വിശ്വാസികളെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ വർഷത്തിലും ഒരാളിനെ നേടണം. ഞാൻ നിങ്ങൾക്ക് ഒരു ചലഞ്ച് തരികയാണ്. മേളിൽ 1000 പേർക്ക് ഇരിക്കാവുന്ന ഹാളാണ് പണിയുന്നത്. ഇത്രയും പേരും ഇതിനകത്ത് നമ്മൾ 400 പേരെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ നാണക്കേടില്ലയോ? ഇതിൻ്റെ ഉദ്ഘാടന ദിവസം ഇത് നിറഞ്ഞിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉദ്ഘാടനം താമസിച്ചു പോയി, പൈസ ഇല്ലാഞ്ഞിട്ട് താമസിച്ചാണ്. പൈസ വരട്ടെ. 2025 പൈസ വന്നിട്ട് അവരുടെ പാനപാത്രം നിറഞ്ഞു കവിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അതിനകത്ത് ഒരൊറ്റ കസേര ഒഴിവില്ലാതെ മുഴുവൻ കസേരകളിലും ആളിരുന്നിട്ട് താഴെ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. 2 വശത്തും നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. വെറും ഒരു ബിൽഡിംഗ് അല്ല പണിയുന്നത്, പിന്നെയോ ഒരു ആരാധനാലയത്തിൽ നിറച്ച് ജീവനുള്ള ജീവികൾ, ജീവനുള്ള മനുഷ്യർ അതുപോലെ വരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ സാധിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ സാധിക്കും, പ്രവർത്തിച്ചാൽ സാധിക്കും. അതുകൊണ്ട് അടുത്തത്, ഹല്ലേലൂയ, അവൻ യേശുവിനോട് പറഞ്ഞു, നീ എൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കാം. യേശു എന്താ പറഞ്ഞു? ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല, ഞാൻ വരാം, സൗഖ്യമാക്കാം. 3 ആ വിഷയത്തിലോട്ട് കടക്കുന്നില്ല. നിങ്ങൾക്ക് ദൈവം നല്ലൊരു പാസ്റ്ററായി തന്നിട്ടുണ്ട്. വചനം നല്ലതുപോലെ കാര്യമായിട്ട് പഠിച്ച് വളരെ കാര്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, നല്ലതുപോലെ ആരാധിക്കുന്ന. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ, ആരെങ്കിലും എനിക്ക് കൊല്ലത്ത് 1 ഏക്കർ ഭൂമിയും ഒരു വീടും കൂടെ തരാമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് താമസിക്കാൻ തയ്യാറാണ്. 1 ഏക്കർ വേണം കേട്ടോ. ഞാൻ വരത്തില്ല, എന്നെ കെട്ടി വലിച്ചാലും വരത്തില്ല. വടക്കേ ഇന്ത്യയാണ് എൻ്റെ വാഗ്ദത്ത നാട്. എന്തിനാ വരുന്ന പറഞ്ഞാൽ, ഇവിടെ ആരാധിക്കുന്ന ഒരു രസമാണ്, അദ്ദേഹത്തോടൊപ്പം ആരാധിക്കുന്നത്. യേശു ചിലപ്പോൾ വേഗത്തിൽ ചെയ്യും, ചിലപ്പോൾ പതുക്കെ ചെയ്യും. പക്ഷേ എപ്പോഴും നിനക്കൊരു പ്രതീക്ഷ വേണം. എൻ്റെ അത്ഭുതം വരുന്നുണ്ട്, എൻ്റെ അത്ഭുതം വരുന്നുണ്ട്. അത് ഇന്നാകാം, നാളെയാകാം. എൻ്റെ അത്ഭുതം വരുന്നുണ്ട്, എൻ്റെ അത്ഭുതം വരുന്നുണ്ട്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ വരാം. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അസാധാരണമായ വിശ്വാസം. അത് കണ്ടു കഴിഞ്ഞിട്ടാണ് യേശു പറയുന്നത്, അവൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. എങ്ങനെയാണ് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്? എങ്ങനെയാണ് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്? ആരെങ്കിലും പറയാമോ? പേന ഇല്ല തരാൻ. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. ഇച്ചിരൊക്കെ ഒത്തു. പാസ്പോർട്ട്. എങ്ങനെയാണ് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്? എന്തോ? വചനത്താൽ എന്ന് പറഞ്ഞാൽ ശരിയായില്ല. പ്രാർത്ഥന ശരിയായില്ല. ഇച്ചിരൊക്കെ ശരിയാകും. എൻ്റെ രൂപയും ഇല്ല തരാൻ. ഉള്ളതല്ല ഈ മനുഷ്യനെ വാങ്ങിച്ചു. ഹല്ലേലൂയ. വിശ്വാസം കേൾവിയാൽ വരുന്നു. PG വർഗീസ് അടുത്ത ഞായറാഴ്ച ഇവിടെ വരുമെന്ന് പറഞ്ഞാൽ ഇപ്പോഴില്ല, വരുന്നു. വിശ്വാസം കേൾവിയാൽ വരുന്നു. അതിനെന്തോ ചെയ്യണം? കേൾക്കണം. ഇന്ന് രാവിലെ ഞാൻ എത്ര മെസ്സേജ് കേട്ടു? എൻ്റെ വിചാരം 2 എണ്ണം കേട്ടു. രാവിലെ ഞാൻ നടക്കാൻ പോകും. എൻ്റെ ഫോണിനകത്ത്, ഫോൺ പോക്കറ്റിലുണ്ട്, ഓഫാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഓഫ് ചെയ്യണമെന്ന്. ഉടനെ തന്നെ ഓഫ് ചെയ്തു. ഞാൻ ഏതെങ്കിലും സഭയിൽ ചെന്നാൽ അവിടുത്തെ പാസ്റ്റർക്ക് കീഴ്പ്പെട്ടിരിക്കും. എൻ്റെ വേദോസ്തവത്തിൽ നിന്ന് പഠിച്ചാൽ അത് ഞാൻ പിന്നീട് പറയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ രാവിലെ നടക്കാൻ പോകും. എൻ്റെ ഫോണിനകത്ത് ഒരു 100-300 മെസ്സേജ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരെണ്ണം കേൾക്കും, ഒരെണ്ണം കൂടെ കേൾക്കും. ഇന്നലെ പിന്നെ ഞാൻ 3 എണ്ണം കേട്ടു ഒറ്റയ്ക്ക്. അല്ല, രാത്രി കേട്ടു.
മിനിഞ്ഞാന്ന് രാത്രി 3 എണ്ണം കേട്ടു, പകൽ 3 എണ്ണം കേട്ടു. അപ്പോൾ കേൾക്കണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ രൂപ കൊടുത്താൽ പോരാ, വേദപുസ്തകം വായിച്ചാൽ പോരാ, പിന്നെയോ കേൾക്കണം. അതുകൊണ്ട് ഈ ഉപദേശം കേട്ടാട്ടെ, നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നത് പോലും ഇച്ചിരി ഉറക്ക വായിക്കണം. അവൻ മലയിൽ നിന്ന് ഇറങ്ങി, അങ്ങനെ ഉറക്ക വായിക്കണ്ട, നിങ്ങൾ കേൾക്കത്തക്കവണ്ണം. വിശ്വാസം കേൾവിയാൽ, യേശു പറഞ്ഞാണ്, വിശ്വാസം കേൾവിയാൽ വരുന്നു. അതുകൊണ്ട് കേൾക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് കേൾക്കണം. അവന് പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞാൽ മതി. എവിടുന്നാണ് ഇത് അവന് ഇത്രയും വിശ്വാസം വന്നത്? ആരെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. ഈ യഹൂദന്മാരും ഒക്കെ പറഞ്ഞു കാണും. അടുത്തൊരു ഉപദേശം കൂടെ, യഹൂദന്മാരുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് വേണം. ഏതാ യഹൂദൻ? പഴയ നിയമത്തിൽ യഹൂദന്മാർ, പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരാണ് പുതിയ നിയമത്തിലെ ഇസ്രായേൽ ജനം. അവരാണ് പുരോഹിതന്മാർ. നിങ്ങളെല്ലാം. അപ്പം നമുക്ക് ദൈവമക്കളുമായിട്ടൊരു കോണ്ടാക്റ്റ് വേണം, പ്രാർത്ഥിക്കുന്നവരുമായിട്ട് കോണ്ടാക്റ്റ് വേണം. അതുകൊണ്ടാണ് അവന് വിശ്വാസം വർദ്ധിച്ചത്. അവിടുന്ന് കേട്ടു, ഇവിടുന്ന് കേട്ടു. വിശ്വാസത്തെ ഹനിക്കുന്നതായിട്ടുള്ള പുസ്തകം വായിക്കരുത്. വിശ്വാസത്തെ ഹനിക്കുന്നതായിട്ടുള്ള സന്ദേശം കേൾക്കരുത്. ചിലർക്കൊരു സോക്കേടുണ്ട്. എന്തുവാ PG വർഗീസിനെ പറ്റി അയാൾ പറഞ്ഞത് നോക്കട്ടെ, ഇന്ന് എന്തുവായി, മിനിഞ്ഞാന്ന് വായിച്ചത്, അയാൾ എന്തൊക്കെയാ ചെയ്യാൻ മണ്ടത്തിങ്ങനെ, ഇന്നത്തെ എന്തുവായിരുന്നു. ഞാൻ കേൾക്കത്തില്ല, ഞാൻ കാണത്തില്ല. കാരണം എൻ്റെ ചെവിക്കകത്ത് വിഷവിത്തുകൾ വീഴാൻ ഞാൻ അനുവദിക്കത്തില്ല. ചെറുതായിട്ട് അറിഞ്ഞിരിക്കണം. ഐ വിൽ റീഡ് ഓൺലി ദ ഹെഡിങ്സ്, നോട്ട് ദ ഡീറ്റെയിൽസ്. നിങ്ങൾ എന്ത് കേൾക്കണം? നല്ല കാര്യം മാത്രം കേൾക്കണം. നല്ല കാര്യമില്ലെങ്കിൽ കേൾക്കരുത് കേട്ടോ. അതുകൊണ്ട് അയാൾ കേട്ട് വിശ്വാസം വർദ്ധിച്ചു, വലിയ വിശ്വാസം പറഞ്ഞു. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. എന്നിട്ടോ പറഞ്ഞ കാര്യമാണ്, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു, എൻ്റെ കീഴിൽ പടയാളി കൊണ്ട് ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുത്തോണ്ട് വരിക എന്ന് പറഞ്ഞാൽ പോകുന്നു. ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. സാധാരണ പറയേണ്ടതാണ് ഞാൻ അധികാരമുള്ള മനുഷ്യനാണ്. അല്ല, ഇത് വേദപുസ്തകത്തിൻ്റെ ഒരു തത്വമാണ്. ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ നിൻ്റെ മേളിൽ ആരാണോ അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഈ സഭയിലെ സ്റ്റാഫിൻ്റെ ഒക്കെ പറയുകയാണ്, ആരാ? സെക്രട്ടറി, ട്രഷറർ. നിങ്ങൾ വിചാരിക്കരുത് ഇന്നലെ പാസ്റ്റർ എൻ്റെ ഏതാണ്ട് പറയാൻ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നതെന്ന്. അല്ല, സെക്രട്ടറി ഒന്നും ഇല്ല. എന്നാൽ ഞാൻ ഈ സഭയിലോട്ട് വരുന്നില്ല. കാരണം അല്ല, സെക്രട്ടറി എങ്കിലും എന്നെ ആക്കുമെന്ന് വിചാരിച്ചിട്ടായി വരാമെന്നിരുന്നത്. ഹല്ലേലൂയ. എൻ്റെ ഒരാളൊരു ചോദ്യം ചോദിച്ചു, അച്ഛൻ കുഞ്ഞലന്തൊരു ചോദ്യം ചോദിച്ചു, അങ്കിൾ വടക്കേണ്ടിയിൽ നിന്ന് ഇവിടെ വരത്തില്ല, അഥവാ വന്നാൽ ഏത് സഭയിൽ പോകും? ഞാൻ ആലോചിക്കാതെ ഒരു മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പോകാൻ 2 സഭയുണ്ട്. ഒന്ന് കത്തോലിക്ക സഭ, അവിടെ പോകത്തില്ല. രണ്ടാമത്തേത് CPM, TPM. എന്താ ഇതിനകത്ത് രണ്ടിനകത്തും കമ്മിറ്റി ഇല്ല. ഈ കമ്മിറ്റി ആ കുഴപ്പമുണ്ട്. അവിടെയും കമ്മിറ്റി ഇല്ലെങ്കിൽ എന്നാൽ ഇങ്ങോട്ട് വരാൻ കേട്ടോ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആരും കൺട്രോൾ ചെയ്യരുതെന്നല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ മേളിൽ ആരാണോ ഉള്ളത് നിങ്ങൾ അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഒരുത്തനോട് വരാൻ പറഞ്ഞാൽ, ഞങ്ങളുടെ സംഘടന ഒത്തിരി വലുതാണ്. 3764 സുവിശേഷ വേലക്കാരുണ്ട്. കൺവെൻഷനൊക്കെ ഞങ്ങളുടെ ലീഡേഴ്സ് മീറ്റിങ്ങൊക്കെ നടക്കുമ്പോൾ ഞാൻ ലീഡറായിരിക്കുമ്പം, ഇപ്പം ഞാൻ ലീഡറല്ല, ഞാൻ പോകത്തുമില്ല. സ്വയം പോകാതിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് നിയമമാണ്, അതുകൊണ്ട് പോകത്തില്ല. അവിടെ ഇരിക്കുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുവാണെങ്കിൽ ഞാനിങ്ങനെ നോക്കി, എൻ്റെ സംഘടനയിൽ ചിലരുണ്ട് എൻ്റെ കണ്ണിലോട്ട് നോക്കിയിരിക്കും എപ്പോഴും. എൻ്റെ കണ്ണെന്താ പറയുന്നു? അനുസരിക്കുന്ന കുറേ പേര് എന്തോ ചെയ്യണമെന്ന് നോക്കിയിരിക്കുന്നതാണ്. ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ്. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ഈ മനുഷ്യൻ്റെ ഗുണം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ. കാര്യം നടക്കും. നിങ്ങൾ മക്കളോട് പറഞ്ഞ കാര്യം നടക്കും. മക്കൾ പലരും റിബലാവുന്ന എന്താണെന്നറിയാം? അയാളുടെ മേളിൽ ആരുമില്ല. അയാളുടെ ലീഡർ പറയുന്നത് കേൾക്കത്തില്ല. ഞായറാഴ്ച 9 മണിക്ക് വരണം. 50 മണിക്ക് ഇച്ചിരി ആരാധന കണക്കണേ, 10 മണിയാവുമ്പോൾ അല്ല. അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ. എനിക്ക് കൈസറിൻ്റെ കീഴിൽ
എനിക്ക് കീഴെ, ഞാൻ കൈസറിൻ്റെ കീഴിൽ, എനിക്ക് കീഴെ. ദൈവം നിങ്ങളുടെ മേലിലാക്കി വെച്ചിരിക്കുന്ന ആളിന് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം. എത്രാമത്തെ കാര്യമാണ്? 5-ാമത്തെ കാര്യമാണ് പറയുക. 6-ാമത്തെ കാര്യം 10-ാമത്തെ വാക്യം. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. ചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേൽ കൂടെ യേശുവിനെ ആശ്ചര്യപ്പെടുത്തുന്ന, അങ്ങനെയാണോ? അതിശയിച്ചു എന്നാണ്. അതിശയിച്ചു. യേശുവിനെ കൂടെ ചലഞ്ച് ചെയ്യുന്ന, മാർവൽ എന്നാണ് ഇംഗ്ലീഷിനകത്ത്. മാർവൽ എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെട്ടു പോയി. ഇത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാഗ്രഹം ഉണ്ടായി. യേശുവിനെ പോലും ചലഞ്ച് ചെയ്യുന്ന, ആ വാക്ക് ശരിയായില്ല, മാർവൽ ചെയ്യുന്ന ഒരു വിശ്വാസം എനിക്ക് ഉണ്ടാക്കിയെടുക്കണം. വയസ്സ് 83. അടുത്ത വർഷം ഞാൻ ഈ വർഷത്തിൽ, ഈ വരുന്ന 25-ൽ എന്തൊക്കെ ചെയ്യാൻ പോകുന്നറിയാം? കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ യാത്ര ചെയ്യുക, ഒരു മിനി ബസ്സിനകത്ത്. എല്ലാവരും ചോദിക്കും, 83 വയസ്സായില്ലയോ? ബുദ്ധിയാണോ? ബുദ്ധിയല്ല, വിശ്വാസം. യേശു പോലും മാറിയണേ, എൻ്റെ വിശ്വാസം കൊള്ളാമല്ലോ. 1 മാസം എടുക്കും. ഓരോ 52 കിലോമീറ്ററും കഴിയുമ്പം മൈക്കെടുത്ത് പ്രസംഗിക്കും. അവിടെ എല്ലാം എൻ്റെ അത്ഭുതങ്ങളുടെ താക്കോൽ വിതരണം ചെയ്യും അവരവരുടെ ഭാഷയിൽ. എത്ര രൂപ ബഡ്ജറ്റ് എന്നറിയാം? 90 ലക്ഷം രൂപയാണ്. ആരെങ്കിലും ഒരു ചെക്ക് എഴുതി തരാം, ഒരു പേന തരാം. 90 ലക്ഷം വേണ്ട. ഒരു വണ്ടി ഒരാൾ ഫ്രീ ആയിട്ട് തരുന്നു 2 മാസത്തേക്ക്. അപ്പോൾ 40 ലക്ഷം രൂപ അങ്ങ് കുറഞ്ഞു. 50 ലക്ഷം വേണം. എൻ്റെ കയ്യിൽ എത്ര ഉണ്ടെന്നറിയാം? രൂപ ചോദിക്കുകയല്ല, തെറ്റിദ്ധരിക്കരുത്. ഞാൻ വിശ്വാസത്തിൻ്റെ പവർ പറയുകയാണ്. 6 ലക്ഷം രൂപ ഞാൻ 3 മാസമായിട്ട് എൻ്റെ മാസികക്കകത്ത് എഴുതുക. ഞാൻ പോകുന്നു രൂപ തരണേ എന്ന് പറയുകയാണ്. എൻ്റെ ആവശ്യത്തിന് ഞാൻ ഇന്നുവരെ ആരോടും ചോദിച്ചിട്ടില്ല. എൻ്റെ പെമ്മക്കളുടെ കല്യാണം നടക്കുമ്പം പോലും ഞാൻ കല്യാണക്കുറിയിൽ എഴുതിയിരുന്നത്, നിങ്ങളെ ക്ഷണിക്കുന്നു, പക്ഷേ പ്രാർത്ഥനയല്ലാതെ സമ്മാനം ഒന്നും വാങ്ങിക്കത്തില്ല. പക്ഷേ ഇതിന് ഞാൻ ചോദിച്ചു, എത്ര രൂപ കിട്ടിയെന്നറിയാം? 6 ലക്ഷം രൂപ. 50 ലക്ഷത്തിനകത്ത് 6 ലക്ഷം, ബാക്കി 44 ലക്ഷം രൂപ. എനിക്ക് ഈ മാസത്തിൽ വേണം 35 ലക്ഷം രൂപ. എന്തിനാ? പുസ്തകം അടിക്കണം. 1.5 ലക്ഷം കോപ്പിയാണ് പുസ്തകം അടിക്കേണ്ടത്. പലരും പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാനില്ല. ഇത് വായിച്ചുകൊണ്ടത് എനിക്ക് ഒരു വിശ്വാസം കൂടി. ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോവാണ്, എൻ്റെ രൂപ ഇല്ലെങ്കിലും ഞാൻ പോവാണ്. ഒരു കാര്യം മുടങ്ങത്തില്ല. 1.5 ലക്ഷം കോപ്പി പുസ്തകം തന്നെ അടിക്കും, കുറച്ച് ട്രാക്ടൂടെ അടിക്കും. ഞാൻ ഓരോ 50 കിലോമീറ്റർ കഴിയുമ്പോഴും ഞാൻ വണ്ടി നിർത്തിട്ട് മൈക്കെടുത്ത് വെച്ച് പ്രസംഗിക്കും. എന്നിട്ട് ഞാൻ പിന്നെയും മുമ്പോട്ട് പോകും. കൊല്ലത്തൂടെ പോകുന്നത് കേട്ടോ, ഇതിൽ കൂടെ വരുന്നത്. നിങ്ങളൊന്നും അറിയിക്കത്തില്ല, പക്ഷേ ഇതിൽ വഴിയാണ്. കൊല്ലം, ആലപ്പുഴ ഇങ്ങനെ പോവാണ്. ഹല്ലേലൂയ. ഞാൻ പോകും, പ്രസംഗിച്ച് പോകും. എന്താണ്? എൻ്റെ യേശു പോലും അത്ഭുതപ്പെടണം. നിങ്ങളും യേശുവിനെ പോലും ചലഞ്ച് ചെയ്യത്തക്കണം. അവർ ചെന്ന് അതിശയിക്കണം, അവൻ മാർവൽ ചെയ്യണം. അതുകൊണ്ടൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി യേശു പോലും അതിശയിച്ചു പോകത്തവണ്ണം, യേശുവിനെ ആശ്ചര്യപ്പെടുത്തക്കവണ്ണം ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നു. വിശ്വാസം ഇല്ലാത്തപ്പോഴും ഉണ്ടാക്കിയെടുക്കാം. വിശ്വാസം സ്വയം ഉണ്ടാകുകയല്ല, വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയാണ്. വിശ്വാസം വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മോടെ കഥ അറിയാമല്ലോ, ഇല്ലയോ? മന്ദബുദ്ധിയായിരുന്നു. 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അവൾ മൂത്ത മോൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതുകൊണ്ട് നിർത്താം കേട്ടോ, നിങ്ങൾ ബോറടിക്കരുത്. ഇല്ലയോ? എനിക്ക് നിർത്താൻ അറിയാൻ വയ്യാത്ത മനുഷ്യനാണ്. ബാത്റൂം എവിടാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇല്ലയോ? മറന്നു പോകരുത്. അല്ല, പ്രായമുള്ളവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ടൊക്കെ വരും, ചിലർക്ക് കൺട്രോൾ ചെയ്യണം. അതിനിടയ്ക്ക് അങ്ങ് പറഞ്ഞെന്നുള്ളൂ. എൻ്റെ മോള് മന്ദബുദ്ധിയായിരുന്നു. അവൾ നഴ്സറി പഠിക്കുന്നു. എൻ്റെ മൂത്ത മോൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ അവർ പഠിക്കുന്ന സ്കൂളിൽ ചെന്നു. കത്തോലിക്കരുടെ സ്കൂളാണ്, സെൻറ്റ് ജോസഫ് സ്കൂൾ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടിരിക്കുന്നു 10-ാം ക്ലാസ്സിൽ, അന്ന് 10-ാം ക്ലാസ്സേ ഉള്ള ഹൈസ്കൂളിൽ, 10-ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന ആ വർഷം, ഈ വർഷം, അടുത്ത വർഷം എല്ലാം ഒറ്റ ഒരെണ്ണം ക്രിസ്ത്യാനിയില്ല. സ്കൂൾ ക്രിസ്ത്യാനിയുടെയാണ്, പഠിപ്പിക്കുന്നതെല്ലാം കന്യാസ്ത്രീകളാണ്. പക്ഷേ മാർക്ക് വാങ്ങിക്കുന്നതെല്ലാം ഹിന്ദുക്കളാണ്, അല്ലെങ്കിൽ സിഖുകാരാണ്. എന്താ കാര്യം? ആരും പഠിപ്പിച്ചില്ല, മക്കളെ വിശ്വാസം പഠിപ്പിച്ചില്ല. എന്താ പറയുന്നത്?
നമുക്ക് അധികമൊന്നും ഒരു മീഡിയം മതി. പലരും പറയുന്നത് നമുക്കൊരു മീഡിയം മതി, മേളിലെങ്ങും വേണ്ട. ഞാൻ എൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് വന്നു. 2ാം ക്ലാസ് പഠിക്കുന്ന മോൻ, നഴ്സറി പഠിക്കുന്ന മോള് കാണിച്ചു, നോക്കിയേ ഇന്നത്തെ ആരും ക്രിസ്ത്യാനിയില്ല. അബി നീ ഏത് വർഷമാണ് 10ാം ക്ലാസ് പാസ്സാകുന്നത്? അവൻ പറഞ്ഞു 1988. ഞാൻ പറഞ്ഞു ശരി 88. അവിടെ ആരുടെ പേരായിരിക്കും? ഡാഡി ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ആർമി ഓഫീസറുടെ മോളുണ്ട്, ഭയങ്കര മിടിക്കുക, ഒരു സിഖുകാരി കേട്ടോ, അവിടെ പേരായിരിക്കും. ഞാൻ പറഞ്ഞു അല്ല, നിൻ്റെ പേരായിരിക്കും. ഡാഡി ഒക്കത്തില്ല. ഞാൻ അവന് വിശ്വാസം പഠിപ്പിച്ചു. മോനെ വേദപുസ്തകം പറയുന്നു നീ വാലല്ല തലയായിരിക്കുമെന്ന്. യഹോവ കൂടെ ഉണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് എഴുതിക്കുന്നു. ജോസഫ് അനുഗ്രഹം പ്രാപിച്ചു, ദാനിയേൽ അനുഗ്രഹം പ്രാപിച്ചു, ദാവീദ് അനുഗ്രഹം പ്രാപിച്ചു. അങ്ങനെയാണ്. ഡാഡി ഒക്കത്തില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും സുവിശേഷം അല്ലാതെ വേറൊരു വിഷയമില്ല. അയാൾ മിലിറ്ററി ഓഫീസറുടെ മക്കളെല്ലാം എന്തുവാ പറയുന്നത്, അത് പറയുന്നു, ഇത് പറയുന്നു. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഹിന്ദിയാണ്, അവരുടെ വീട്ടിൽ എപ്പോഴും ഇംഗ്ലീഷാണ്. അതുകൊണ്ട് നടക്കത്തില്ല. ഞാൻ പറഞ്ഞു മോനെ നീ ഹാർഡ് വർക്ക് ചെയ്താൽ ഞാൻ പ്രാർത്ഥിക്കും, നിൻ്റെ പേരവിടെ വരും. ഡാഡി അങ്ങനെ ദൈവം ചെയ്താലായി, അല്ലെങ്കിൽ ആവത്തില്ല. ഞാൻ പറഞ്ഞു ഫൈ നമുക്ക് മോളോടൊക്കെ ചോദിച്ചു. അവൾ മന്ദബുദ്ധിയല്ലയോ. ആനി നീ ഏത് വർഷമാണ് 10ാം ക്ലാസ് പാസ്സാണ്? ഞാൻ പറഞ്ഞു 1990. ഓക്കെ, ഒക്കത്തില്ലെന്ന് പറയാനും ബുദ്ധി വേണ്ടായോ? ഞാൻ പറഞ്ഞു നിൻ്റെ പേരായിരിക്കും ആനി പറഞ്ഞു. ഓക്കെ. എല്ലാ മാസവും ഞാൻ ആ സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ചെല്ലുമ്പം പറഞ്ഞു 1988 അബി വർഗീസ് കല്ലിമേൽ, 1990 ആനി വർഗീസ് കല്ലിമേൽ. എല്ലാ മാസത്തിലും പറഞ്ഞു. എൻ്റെ മൂത്ത മോൻ്റെ നമ്പർ 50 വിദ്യാർത്ഥികളിൽ 27 ആയിരുന്നു. പക്ഷേ ഞാനിത് പറഞ്ഞു വന്നപ്പോൾ 27, 26, 23, 21, 17, 15, 13, 9. അവൻ 10ാം ക്ലാസ് പഠിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ചു അവനെ ഹോസ്റ്റലിൽ കൊണ്ടുവാക്കി. കാരണം ഞങ്ങൾ ഡൽഹിയിലോട്ട് മാറി. ഡൽഹിയിലോട്ട് മാറി എനിക്ക് പറഞ്ഞതിനകത്ത് വർഷമൊക്കെ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. ഡൽഹിയിലോട്ട് മാറിയപ്പോൾ അവന് അഡ്മിഷൻ കിട്ടിയില്ല. അല്ല ശരിയാ പറഞ്ഞത്, അഡ്മിഷൻ കിട്ടിയില്ല അവിടെ സ്കൂളിൽ. അതുകൊണ്ട് അന്നേരമാണ് ഇവിടെ കോട്ടഗിരി എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരിന് അടുക്കളുള്ള ഒരു സ്കൂളിൽ അവന് 75% സ്കോളർഷിപ്പ് വെച്ച് 3 കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. ഞാനിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞു. അവരുടെയൊക്കെ പറഞ്ഞു മോനെ ദൈവം നമ്മളോട് കരുണ കാണിച്ചത്. ഈ CSIക്കാരുടെ സ്കൂളിൽ നമുക്ക് 75% അവരുടെ ജീവിതത്തിൽ അത് ആർക്കും കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് നമുക്ക് തരുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ ബിഷപ്പിൻ്റെ മോൾ അവിടുത്തെ പ്രിൻസിപ്പൽ. അതുകൊണ്ട് അവർക്ക് കരുണ തോന്നിട്ട് തന്നാണ്. നിങ്ങൾ പഠിക്കണം കേട്ടോ, ഫസ്റ്റ് ആവണം കേട്ടോ. നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് തരാറുണ്ട്. എല്ലാവരും ഫസ്റ്റ് ആവണം. എടാ ആകെ ഒരു ഫസ്റ്റേ ഉള്ളൂ. പിന്നെ 5 പിള്ളേർ വിശ്വാസികളുണ്ടെങ്കിൽ എവിടുന്ന് ഫസ്റ്റ് ആകും? നമ്മൾ ഫസ്റ്റ് ആവണം കേട്ടോ. ഞാനങ്ങ് പോയി. ആദ്യത്തെ ടേം ഓണം എക്സാമിനേഷൻ കഴിഞ്ഞു. അവൻ്റെ ഇത് വന്നു, ഡാഡി എനിക്ക് ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ, 13ാമത്തെ നമ്പരാണ്. ഞാൻ പറഞ്ഞു പോരാ, ഫസ്റ്റ് വാങ്ങിക്കണം കേട്ടോ. അടുത്ത വർഷം വന്നു ഡാഡി ഇപ്രാവശ്യം 17ാമത്തെ നമ്പറില്ല പാസ്സായത് കേട്ടോ. പറഞ്ഞു അങ്ങനല്ല, ഫസ്റ്റ് വാങ്ങിക്കണം കേട്ടോ. അവൻ്റെ അവസാനത്തെ പരീക്ഷയുടെ 2 ആഴ്ചയ്ക്ക് മുമ്പ് അവൻ്റെ ഒരു എഴുത്ത് കിട്ടി. ഞാൻ ഓഫീസിലിരിക്കുകയാണ്. അവൻ അതിനകത്തുനിന്ന് എഴുതിയിരുന്നു, ഡാഡി ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പിള്ളേരെല്ലാവരും കോപ്പി അടിക്കുക. ഞാനും അങ്ങ് കോപ്പി അടിച്ചു. ഞാൻ കോപ്പി അടിച്ചിട്ടും 13ാമതായി ചോദിച്ചത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ചുകൂടെ കോപ്പി അടിച്ചു. അന്നേരം 17ാമത്തെ നമ്പറായി. ഇന്നലെ ഞാൻ ഇവിടുത്തെ ചാപ്പലിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു ചോദ്യം വന്നു. ഡാഡി പഠിപ്പിച്ചതുപോലെ കോപ്പി അടിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് വേണോ ഞാൻ നടക്കാൻ? ഡാഡി ഞാൻ കോപ്പി അടിക്കത്തില്ല, ഞാൻ ജയിക്കും, തീർച്ചയായിട്ടും ജയിക്കും. പക്ഷേ എൻ്റെ നമ്പർ ചിലപ്പോൾ 20, 25, 30 ആയിപ്പോകും. കാരണം ഇവിടെ എല്ലാവരും കോപ്പി അടിക്കുക. ഞാൻ പറഞ്ഞു മോനെ നീ തോറ്റുപോയാലും എനിക്ക് വിരോധമില്ല, നീ കഠിനാധ്വാനം ചെയ്തിട്ട് തോറ്റുപോയാലും എനിക്ക് സങ്കടമില്ല, പക്ഷേ കോപ്പി അടിക്കരുത്. പരീക്ഷ എഴുതി അവൻ തിരികെ വന്നു കഴിഞ്ഞു. അവൻ്റെ ഞാൻ ചെക്കനുണ്ട്, ഡാഡി ഞാൻ നല്ലപോലെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ബാക്കി പിള്ളേർക്ക് അങ്ങ് കോപ്പി അടിയായിരുന്നു ഡാഡി. എനിക്ക് അങ്ങനെ ഡാഡി അന്നേരം എനിക്കൊരു 10, 17, 20 ഒക്കെ കിട്ടും, നമ്പർ കിട്ടും. ഞാൻ പറഞ്ഞു സാരമില്ല. ഒരു ദിവസം ഞാൻ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ഈ പ്രിൻസിപ്പൽ മിസ്സിസ് ബ്രൈറ്റ് അവരുടെ എഴുത്ത് വന്നു. അവന് വന്നതാണ്. ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു ലെറ്റർ പാഡിനകത്ത് എഴുതിയിരിക്കുന്നു, അഭിനന്ദനങ്ങൾ. ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ
ആദ്യമായിട്ടാണ് ഇത്രയും ഉയർന്ന മാർക്ക് വാങ്ങിച്ചൊരു വിദ്യാർത്ഥി പാസ്. ടോപ്പ് ടോപ്പ്. വിശ്വാസം, കൺഫെഷൻ, ഹാർഡ് വർക്ക്, ഇത് മൂന്നും കൂടാണ്. എൻ്റെ രണ്ടാമത്തെ മോള് മന്ദബുദ്ധിയായിരുന്നു. അവൾ 12ാം ക്ലാസ്സിലായി. 12ാം ക്ലാസ്, അന്ന് ഹൈസ്കൂളിൽ 12ാം ക്ലാസ്സിലായി. അവിടെ ടീച്ചർ മാൻചന്ദ എന്നെ വിളിച്ചു വെച്ച് പറഞ്ഞു, യു മേഡ് എ മിസ്റ്റേക്ക്, നീ ഒരു അബദ്ധം കാണിച്ചു. പഠിക്കാൻ ബുദ്ധിയില്ലാത്ത കൊച്ചിനെ നീ സയൻസ് ഗ്രൂപ്പിലിട്ടു, അതും CBSE സിസ്റ്റത്തിലിട്ടു. ഒരിക്കലും നിൻ്റെ മോള് 12ാം ക്ലാസ് പാസ്സാവത്തില്ല. ഞാൻ അഴകിലൊന്നും പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ കാല് കുലുക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു. സ്വയം പറയണം നിങ്ങൾ കേട്ടോ. സ്വയം പറയുന്നത് നല്ല കാര്യമാണ്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. മറ്റുള്ളവരോടൊക്കെ പറയാൻ തൻ്റെ ഇടമില്ലാത്തപ്പോഴും സ്വയം പറയണം. ഞാൻ സ്വയം പറഞ്ഞു, യു ഡോണ്ട് നോ മൈ ഗോഡ്, നിനക്ക് എൻ്റെ ദൈവത്തെ അറിഞ്ഞുകൂടാ. അവളെ 50 അവിടെ ആദ്യത്തെ നമ്പർ, 50 വിദ്യാർത്ഥികളിൽ 50. ആ 50-ൽ നിന്ന് അവളെ 12, 13 കൊണ്ടുവന്ന ദൈവം അവളെ പാസ്സാക്കാൻ കഴിയും. അവൾ വീട്ടിൽ വന്ന് ലില്ലിയൊക്കെ പറഞ്ഞു. അവൾക്കറിയത്തില്ല ടീച്ചർ പറഞ്ഞത്. ഈ 3-4 വർഷത്തിന് മുമ്പ് പറഞ്ഞപ്പോഴാണ് അവൾ അറിയുന്നത്. ലില്ലിയൊക്കെ പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ പേര് ലില്ലി എന്നാണ്. മമ്മി, എനിക്ക് പരീക്ഷ എഴുതാൻ പേടിയാവുന്നു. ലില്ലി എൻ്റെ പറഞ്ഞു, ഈ വർഷം എഴുതണ്ട, നമ്മൾ സ്കൂളിൽ പഠിക്കാം, അടുത്ത വർഷം എഴുതാം. അവൾ അടുത്ത വർഷം എഴുതി നല്ല മാർക്ക് വാങ്ങിച്ചു ജയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജുകളിലൊന്നാണ് ബാംഗ്ലൂരിലെ മൗണ്ട് കാർമൽ കോളേജ്. അവിടെ പോയിട്ട് കോളേജ് പഠിച്ചിട്ടുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകത്തുള്ളൂ. അവളവിടെ പഠിച്ചു കഴിഞ്ഞും വെച്ച് അവൾ 3 വിഷയത്തിനകത്ത് ഐച്ഛികമായിട്ടെടുത്ത് മെയിനായിട്ടെടുത്തിട്ട് നല്ല മാർക്ക് വാങ്ങിച്ചു ജയിച്ചു. 3 ഹാർഡ് വിഷയങ്ങൾ ഒന്നിച്ച് മെയിൻ, സൈക്കോളജി, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ജേർണലിസം, 3-നകത്ത് നല്ല മാർക്ക് വാങ്ങിച്ചു ജയിച്ചു. അന്നേരം ഒരു തിരുവനന്തപുരത്തെ പാസ്റ്റർ എന്ന് വെച്ച് പറഞ്ഞ് അമേരിക്ക പോകാൻ സ്കോളർഷിപ്പ് കിട്ടും. പറഞ്ഞു, ഇല്ല ഡാഡി സമ്മതിക്കത്തില്ല. അല്ല, അപ്പോൾ ഡാഡിയൊക്കെ പറ തിരിച്ചു വരുമെന്ന് പറ. അവൾ എൻ്റെ വന്ന് പറഞ്ഞു, ഡാഡി ഇനി ഞാൻ അമേരിക്കയിൽ പോയാൽ പഠിച്ചിട്ട് ഞാൻ തിരികെ വരാം, ഞാൻ സൈക്കോളജിസ്റ്റായിട്ട് തിരികെ വരാം. ഞാൻ പറഞ്ഞു, ഓക്കെ പോയാട്ടെ. അവൾ അപ്ലൈ ചെയ്തു. അവളവിടെ പോയി എഴുതി MSc പാസ്സായി സൈക്കോളജിയിൽ, നല്ല മാർക്ക് വാങ്ങിച്ചു. അവൾ PhD പാസ്സായി. അവളുടെ പേര് ഡോക്ടർ ആനി വർഗീസ് PhD. അവളൊരു ക്രിസ്ത്യൻ കോളേജിലെ സൈക്കോളജിസ്റ്റാണ്. അവിടുത്തെ താഴ്ന്ന ജോലിയിൽ കയറി അസിസ്റ്റൻ്റ് ഡയറക്ടറായി. അപ്പോഴെനിക്കൊരു എഴുത്ത് വന്നു, ഇവിടുത്തെ ഡയറക്ടറുടെ ഒരു വേക്കൻസി ഉണ്ട്, ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്, കിട്ടാൻ ചില സാധ്യത കുറവുണ്ട്. കാരണം ബാക്കി അമേരിക്കയിലാണ്, ബാക്കി എല്ലാ മതന്മാരും സാഹിബ്മാരുമാണ്, ഞാൻ ഇന്ത്യക്കാരിയാണ്. വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും. ഞാൻ അതുവരെ ഞാൻ വാശിയോടെ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ വാശിയോടെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവളുടെ പേരെന്താണെന്നറിയാമോ? ഡോക്ടർ ആനി വർഗീസ് PhD, ഡയറക്ടർ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ബെയ്ലർ യൂണിവേഴ്സിറ്റി, ടെക്സസ്. 16,000 വിദ്യാർത്ഥികളുടെ കൗൺസിലറാണ് അവൾ. അവിടെ കീഴിൽ ഏകദേശം 25 സാഹിബ്മാരും മദാമ്മമാരും ജോലി ചെയ്യുക. ആരുടെ? മന്ദബുദ്ധിയായിരുന്നു അവളുടെ. 0 അവളുടെ ആദ്യത്തേത്. നഴ്സറിയിൽ അവർക്ക് കിട്ടിയ മാർക്ക് 50-ൽ 50, 0. എന്നാൽ എൻ്റെ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, വിശ്വസിച്ചു. 2, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. 3-ാമത്തെ കാര്യം, ഹാർഡ് വർക്ക് ചെയ്തു. അവൾ കഷ്ടപ്പെട്ടു. അവൾ കഷ്ടപ്പെട്ടതുപോലെ എൻ്റെ മക്കൾ ആരും കഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളും ഹല്ലേലൂയ ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കണം. ഒരു കാര്യം പറയാം, ഇത് ദൈവത്തെ ചലഞ്ച് ചെയ്ത അത്ഭുതം. ഞാൻ എഴുതി വച്ചിരിക്കുന്ന 2-3 കൊട്ടേഷൻസ് പറയാം, എഴുതിക്കൊണ്ടത് വേണം. യുവർ പ്രൈവറ്റ് ലൈഫ് ഡിഫൈൻസ്, ഇംഗ്ലീഷിൽ ഞാൻ ആദ്യം പറയാം, പിന്നെ മലയാളത്തിൽ പറയാം. യുവർ പ്രൈവറ്റ് ലൈഫ് ഡിഫൈൻസ് യുവർ ക്യാരക്ടർ. 2, യുവർ പബ്ലിക് ലൈഫ് റെപ്രസെൻറ്റ്സ് യുവർ റെപ്യൂട്ടേഷൻ. 3, യുവർ ക്യാരക്ടർ മസ്റ്റ് ആൾവേസ് ബി ഓവർ യുവർ റെപ്യൂട്ടേഷൻ. അവസാനത്തേത് അസാധാരണമാണ്. മലയാളത്തിൽ പറയാൻ പോവാം. ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം, കോളേജിൽ പഠിക്കുന്നവർ ശ്രദ്ധിക്കണം, സ്കൂളിൽ പഠിക്കുന്നവർ ശ്രദ്ധിക്കണം, ആരെങ്കിലും ഓൺലൈനിലും കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നിൻ്റെ രഹസ്യ ജീവിതം നിൻ്റെ സ്വഭാവത്തെ തെളിയിക്കുന്നു. പരസ്യ ജീവിതമല്ല നിൻ്റെ സ്വഭാവത്തെ തെളിയിക്കുന്നത്. ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പം, ഒരു പുരുഷനോട് സംസാരിക്കുമ്പം, രൂപ എണ്ണുമ്പോൾ, കടയിൽ ജോലി ചെയ്യുമ്പോൾ പലതിനും ആഗ്രഹം തോന്നും. നിൻ്റെ രഹസ്യ ജീവിതം നിൻ്റെ സ്വഭാവത്തെ തെളിയിക്കുന്നു. 2,
നിൻ്റെ മറ്റുള്ളവർ കാണുന്ന ജീവിതം നിൻ്റെ മാന്യതയെ തെളിയിക്കുന്നു. പരസ്യമാണ്, അതുകൊണ്ടാ മാന്യത കിട്ടുന്നത്. പക്ഷെ ദൈവത്തിന് മുമ്പാകെ പരസ്യ ജീവിതമല്ല. 3, നിൻ്റെ സ്വഭാവ ഗുണവിശേഷം നിൻ്റെ മാന്യതയ്ക്കും വളരെ ഉയരത്തിലായിരിക്കണം. പരസ്യ ജീവിതമാണ് നിനക്ക് മാന്യത തരുന്നത്, പക്ഷേ നിൻ്റെ സ്വഭാവ ഗുണവിശേഷം നിൻ്റെ മാന്യതയ്ക്കും വളരെ ഉയരത്തിലായിരിക്കണം. 7-ാമത്തെ കാര്യം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ ആരായവർ? യഹൂദന്മാരാണ്. അവർ സ്വർഗത്തിലെത്തണമെന്നില്ല. നമ്മളും ചിലപ്പോൾ സ്വർഗത്തിൽ എത്തണമെന്നില്ല. ചിലപ്പോൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം. അതാണ് നമ്മൾ ദാവീദിനെ പറ്റി പഠിച്ചത്. അവൻ എൻ്റെ എല്ലാ വഴികളിലും. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം, അയ്യോ PG പരീക്ഷ പറഞ്ഞു നമ്മൾ ചിലപ്പോൾ അക്കരെ ചെല്ലത്തില്ല, ഇങ്ങനെ പേടിച്ചിട്ട് നൂൽപ്പാലത്തിൽ കൂടെ നടക്കണമെന്നല്ല. പക്ഷേ റോഡ് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ജീവിക്കണം. ഓവർ കോൺഫിഡൻറ്റ് ആയിരിക്കരുത്. അമിത വിശ്വാസം. ഞാൻ ഇനിയും വീണ് പോകത്തില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ കള്ള് വാങ്ങിച്ചുകൊണ്ട് വെച്ചാൽ കള്ള് കുടിക്കുന്നവരുടെ കൂടെ ഇരുന്നാലും ഞാൻ കള്ള് കുടിക്കത്തില്ല, ഞാൻ ചീട്ട് കളിക്കുന്നവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാലും ഞാൻ ചീട്ട് കളിക്കത്തില്ല. സാവധാനത്തിൽ വീണു പോകാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. സ്വഭാവമില്ലാത്ത ഭക്തി നരകത്തിലെത്തിക്കാം. 7-ാമത്തെ പോയിൻ്റ് അതാണ്. സ്വഭാവ ഗുണമില്ലാത്ത ഭക്തി നരകത്തിലെത്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 8-ാമത്തെ കാര്യം 13-ാമത്തെ വാക്യം. പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പോക, ഞാൻ പറയുന്നത് കൊണ്ട് നീ സൗഖ്യമാകുമെന്നല്ല. യേശു പറഞ്ഞാലും സൗഖ്യമാകാതെ ഇരിക്കാം. യേശു തന്നെ പറഞ്ഞു. അവരുടെ അവിശ്വാസം കാരണം യേശുവിന് വലുതൊന്നും പ്രവർത്തിക്കാൻ യേശു പ്രാർത്ഥിച്ചു കാണും, നടന്നില്ല. അവരുടെ അവിശ്വാസം കാരണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിശ്വാസം, നിൻ്റെ വിശ്വാസം പോലെ, നിൻ്റെ വിശ്വാസം പോലെ, നിൻ്റെ വിശ്വാസം പോലെ. ജോൺ ഓസ്റ്റിൻ എന്ന് ഒരു നല്ല ഉദാഹരണം പറയാൻ പോവാം. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടില്ലാത്ത ഒരു ഉദാഹരണമായിരിക്കണം. ജോൺ ഓസ്റ്റിൻ ഒരു ദിവസം പ്രാർത്ഥിക്കുകയാണ് രോഗികൾക്ക് വേണ്ടി. അന്നേരം കൈയും മുഖവും ഒക്കെ ചരണ്ടി എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു തരം മീന്, ചരണ്ടിയുടെ തൊലി പോലുള്ള കറുത്ത്. അവർ നടന്നു പോകുമ്പോൾ ഇതൊക്കെ പൊഴിഞ്ഞു വീഴുമായിരുന്നു. അതുപോലെ ഒന്ന് പറഞ്ഞുണ്ടെങ്കിൽ എൻ്റെ കൈയും മുഖമൊക്കെ കണ്ടു ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ ശരീരത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ കൈയും മുഖവും സുഖമാവണം. ജോൺ ഓസ്റ്റിൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ സഹോദരരുടെ കണ്ണും മുഖവും സുഖമാവട്ടെ. അവിടെ ഉണ്ടായിരുന്ന ആ തൊലി മുഴുവൻ പൊഴിഞ്ഞവിടെ വീണു. ഒരു തുള്ളിച്ചാടി. എന്നിട്ട് ഞാൻ ചില വൃത്തിയോട് കാണിക്കാൻ പോകട്ടോ. അവർ ഉടുപ്പ് പൊക്കി, എൻ്റെ വയറ് സുഖമായില്ല. നീ അത് ചോദിച്ചില്ല. ജോൺ ഓസ്റ്റിൻ 2ാമതും പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല. നീ ചോദിക്കുന്ന ചോദ്യം കുറഞ്ഞു പോകരുത്. നിനക്ക് വേണ്ടി ചോദിക്കുന്നത് കുറഞ്ഞു പോകരുത്. നിൻ്റെ മക്കൾക്ക് വേണ്ടി ചോദിക്കുന്നത് കുറഞ്ഞു പോകരുത്. നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചോദിക്കുന്നത് കുറഞ്ഞു പോകരുത്. നിൻ്റെ സഭയ്ക്ക് വേണ്ടി ചോദിക്കുന്നത് കുറഞ്ഞു പോകരുത്. ഹല്ലേലൂയ. ഇനി ഞാൻ ഇങ്ങനെ പറയട്ടെ, നിൻ്റെ വൃത്തം നീ ചെറുതാക്കി കളയരുത്. അതുകൊണ്ട് കിട്ടിയാൽ ഒരാന, പോയാലൊരു ചേന, ചോദിച്ചിടുക, കിടക്കട്ടെ ആകാശത്ത്. ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അവിടെയാണ് പ്രൈം മിനിസ്റ്ററും പ്രധാനപ്പെട്ട അവിടുത്തെ വ്യക്തികളുടെ പേര് പറയാം. 1 പ്രസിഡൻറ്റ്, 2 പ്രധാനമന്ത്രി, 3 PG വർഗീസ്. ഫലിതം പറഞ്ഞാൽ ഞാൻ അതിലേക്കൂടെ ജീപ്പിനകത്ത് പോകുന്നത്, ന്യൂഡൽഹി സ്റ്റേഷനിലോട്ട് പോകുന്നത് അതുവഴിയാണ്. പ്രസിഡൻറ്റിൻ്റെ വീട് കാണുമ്പോൾ അഹങ്കാരം പറയല്ല. വീഡിയോ കാണുന്നവർ എന്നെപ്പറ്റി കുറ്റം വേണമെങ്കിൽ പറഞ്ഞു, പക്ഷേ അഹങ്കാരം പറയല്ല, വിശ്വാസം പറയാം. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവായ യേശു, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആവട്ടെ. കിടക്കട്ടെ ഒരു പ്രാർത്ഥന. കിട്ടിയാൽ ഒരാന, പോയാലൊരു ചേന. എൻ്റെ കുടുംബത്തിൽ ആരും രാഷ്ട്രീയക്കാരില്ല കേട്ടോ, ഒരിക്കലും രാഷ്ട്രീയക്കാരില്ല. പണ്ടാരുണ്ടായിരുന്നു, തീർന്നു. വേറെ ആരുമില്ല രാഷ്ട്രീയത്തിൽ. എങ്കിലും ഒരാഗ്രഹം, രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവരെയും പ്രസിഡൻ്റാക്കാൻ ദൈവത്തിന് കഴിയും.
തെളിവുണ്ട്. KR നാരായണൻ രാഷ്ട്രീയത്തിലില്ലായിരുന്നു. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ചരിത്രം കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ദൈവത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ, നിൻ്റെ വീടിന് വേണ്ടി ചോദിക്കുമ്പോൾ, നിൻ്റെ പുരയിടത്തിന്, നിൻ്റെ ബാങ്ക് ബാലൻസിന് വേണ്ടി ചോദിക്കുമ്പോൾ കാര്യമായിട്ട് വിശാലമായിട്ട് ചോദിക്കണം കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞു, കർത്താവേ ഹല്ലേലൂയ, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഫലിക്കട്ടെ. അപ്പോൾ നമുക്കൊരു വലിയ വിശ്വാസത്തോടെ ചോദിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ ഒരാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വരാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഇന്ന് വിശ്വാസമില്ലെങ്കിൽ നാളെ വന്നാൽ മതി. നാളെ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, എങ്കിലും അതിനകത്ത് പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്. വചനം കേട്ട് വിശ്വാസത്തോടെ വരുമ്പോൾ, അല്ലേ, ആ സ്ത്രീക്ക് കിട്ടിയതുപോലെ, ജോൺ ഓസ്റ്റിൻ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കണം. നീ പറയുന്ന വാക്കുകൾ കുറഞ്ഞു പോകരുത്. അബദ്ധവശാലൊരു വാക്ക് തെറ്റിപ്പോയെന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട. ഒരാൾ എൻ്റെ കൊന്നു പറഞ്ഞു കേട്ടോ, ഞങ്ങളുടെ അടുക്കളയുള്ള ഒരാളാണ്, കട്ടറായി വന്ന് പറഞ്ഞാൽ, ഞങ്ങളെ അവിടെ ഒരു സഹോദരി വേറൊരാൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ദുഷ്ടപിശാചെ വിട്ടു പോരെന്ന് പറഞ്ഞു. ആ പിശാച് അവളെ വിട്ടു വെച്ച് എവിടെ കുടുങ്ങി പോരും. കാരണം പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി, പോരെന്നായിപ്പോയി. അങ്ങനെയല്ല, നമ്മുടെ വൃത്തം ചെറുതായി പോരുത്. കാര്യമായിട്ട് ചോദിക്കണം, കർത്താവേ 4 മുറിയുള്ള ഒരു വീട്. എൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ അവിടെ? റോയി ഇവിടെ ഉണ്ടോ? ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. എൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിൽ ഇവിടെ അടുക്കളയാണ് കേട്ടോ. അവരൊക്കെ വരാൻ സാധ്യത കുറവാണ്, പക്ഷേ ചിലപ്പം വരാറുണ്ട് മീറ്റിങ്ങിനൊക്കെ. അവിടെ റോയി, അവൻ്റെ ഭാര്യ ഡോക്ടർ ഷീല എനിക്ക് എഴുതി, അച്ചായ വീതം കിട്ടി 2.5 സെൻറ്റ്. 2.5 സെൻറ്റിനകത്തൊരു വീട് പണിയാനൊക്കത്തില്ല. കൊല്ലം മുനിസിപ്പാലിറ്റി സാങ്ഷൻ ചെയ്യത്തില്ല, അന്നത്തെ കാലത്ത് നിയമമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ സഹോദരന്മാരുടെ കൂടെ താമസിക്കുന്നതാണ് ഇഷ്ടം. അവൾ ഡോക്ടർ, ഭർത്താവ് ബാങ്കിൽ ഉദ്യോഗസ്ഥൻ. പക്ഷേ ഇവിടെ ഒരു വീട് പണിയണമെന്നൊരാഗ്രഹം. പക്ഷേ ഇത് നടക്കത്തില്ല. ഞാനൊരു കടലാസ്, അന്ന് അടുത്ത കാലത്ത് എഴുത്താണ് കേട്ടോ, ഒരു കടലാസ് അങ്ങോട്ട് അയക്കുക. അച്ചായൻ ഈ കടലാസിലോട്ട് കൈ വെച്ചോണ്ടൊന്ന് പ്രാർത്ഥിച്ചയക്കണം. ഞാൻ ഇതിനകത്ത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകാം. 2-3 സെൻറ്റിനുള്ളിലേ കിട്ടത്തുള്ളൂ. അടുത്തൊന്നും വാങ്ങിക്കാനും ഒക്കത്തില്ല. ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് യേശുവേ തരണേ. ഞാൻ കടലാസിനകത്ത് വെച്ച് കൈ വെച്ച് പറഞ്ഞു, കർത്താവേ ഇത് ആദ്യത്തെ ആപ്ലിക്കേഷൻ ആയിരിക്കട്ടെ, 2.5 സെൻറ്റിന് സാങ്ഷൻ കൊടുക്കുന്നത്. അവൾ അപ്ലൈ ചെയ്ത് കിട്ടി. ഞാൻ കൊല്ലത്ത് ഫാത്തിമ കോളേജിൻ്റെ അപ്പുറത്തൊരു മുസ്ലിങ്ങളുടെ ഒരു പള്ളിയുണ്ട് അല്ലേ, അവിടെ അവരുടെ കോമ്പൗണ്ടിനകത്ത് ഞാൻ മീറ്റിംഗ് നടത്തുക. അന്നേരം റോയും ഭാര്യയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിരുന്ന് എഴുതി വെച്ച് റോയ് ഇമ്പോർട്ടി വന്ന് വെച്ച് പറഞ്ഞു, ഒരു കാര്യം കൂടെ ചെയ്യണം കേട്ടോ, അവിടെ ഇനിയും വീട് പണിയണം, അവിടെ ഞാൻ പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ നോക്കിയവൻ 2.5 സെൻറ്റല്ല ഉള്ളൂ, 2 മുറിയും ഒരടുക്കളയും. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് 2 മുറി നിങ്ങൾക്ക് ആൺപിള്ളേരും പെൺപിള്ളേരും ഇല്ലയോ? ഉണ്ട്. ആൺപിള്ളേരും 20 വയസ്സുള്ള മോനെയും 18 വയസ്സുള്ള മോളെയും കൂടെ ഒന്നിച്ച് കിടത്താനൊക്കുമോ? ഇല്ല. അപ്പോൾ എത്ര മുറി വേണം? 3 മുറി. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. 1000 രൂപ വേണ്ടായോ? ഞാൻ പറഞ്ഞു, ഈ 2 മുറി എങ്ങനെ പണി? അത് ദൈവം വിചാരിച്ചാൽ നടക്കും. ഞാൻ പറഞ്ഞു, ആ ദൈവം വിചാരിച്ചാൽ 3 മുറി പണിയാം. 2 മുറി താഴെ, മേളിലൊരു മുറി. പ്ലാൻ വരച്ചിട്ട് അയച്ചതാണ്. അവൾ ഡോക്ടർ ഷീലയ്ക്ക് എന്നെ ഭർത്താവിനേക്കാൾ കുറച്ച്, ഭർത്താവ് ഭയങ്കര വിശുദ്ധനാണ്, കള്ളം പറയാത്ത മനുഷ്യൻ, കൈക്കൂലി കൊടുക്കാത്ത മനുഷ്യൻ. പക്ഷെ അവൾക്കാ കുറച്ചുകൂടെ വിശ്വാസം. അവൾ എന്തായാലും 3 മുറിയുടെ പ്ലാൻ വരച്ചയച്ചു തന്നു. ഞാനങ്ങ് തിരിച്ചയച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. നിങ്ങളുടെ വീട്ടിലെ PG ഇവർക്ക് വേലക്കാരിക്കാണ് പറഞ്ഞു കേട്ടോ, 2 ആൺപിള്ളേരാണ്. നിങ്ങൾക്കൊരു മുറി, 2 ആൺപിള്ളേർക്കൊരു മുറി, വേലക്കാരിയുണ്ട്, വേലക്കാരിക്കൊരു മുറി. അപ്പോൾ 3ആയി. ഞാനൊരു കുരുത്തം കേട്ട് അന്നേരം ഇവിടെ വന്നപ്പോഴാണ് എന്നെ കണ്ടപ്പോഴായത് കാണിച്ചത്. ഞാൻ പറഞ്ഞു, അവരെ ചിന്തിപ്പിക്കാൻ പറഞ്ഞ. ഞാൻ പറഞ്ഞു, വിചാരിച്ചു ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നിൻ്റെ കൂടെ കിടത്തുക എന്നെ. കുരുത്തക്കേടാ പറഞ്ഞ്, ചിന്തിപ്പിക്കാൻ പറഞ്ഞാണ്. അതോ നിങ്ങളുടെ ആൺപിള്ളേരുടെ ഇടയ്ക്ക് കിടത്തുക, 2 ആൺപിള്ളേരുടെ ഇടയ്ക്ക്? അതോ വേലക്കാരിയുടെ കൂടെ കിടത്തുക? ഇല്ല. പിന്നെ എത്ര മുറി വേണം? 4 മുറി. പക്ഷേ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഷീല ഉണ്ടായിരുന്നു, ഞാൻ എഴുന്നേപ്പിച്ച് നിർത്തിയാനായിരുന്നു. അച്ചായ രൂപ ഇല്ല. 2 മുറിക്ക് രൂപ ഇല്ലയോ? ഉണ്ട്. ആ ദൈവം സ്ട്രെച്ച് ചെയ്ത്, ഇങ്ങോട്ട് നോക്കിയാട്ടെ, എൻ്റെ കൈ നോക്കിയാട്ടെ, സ്ട്രെച്ച് ചെയ്ത് 3 ആക്കാം, 4 ആക്കാം. 4 മുറി പ്രാർത്ഥിച്ച് കൊടുത്തു. പിന്നൊരു ദിവസം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം
റോയി വന്ന് പറഞ്ഞു, റോയി വളരെ സോഫ്റ്റ് സ്പോക്കൺ പേഴ്സണാണ്. റോയി വന്ന് വെച്ച് എൻ്റെ ഒക്കെ പറഞ്ഞു, അച്ചായ ഇപ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ വേണം താമസിക്കാൻ. ഞാൻ പറഞ്ഞു, കുഞ്ഞെ ഞാൻ വേറൊരു വീട്ടിൽ പറഞ്ഞു പോയി. എൻ്റെയൊക്കെ പറഞ്ഞോ ഇല്ലയോ, 4 മുറി പണിത് കഴിയുമ്പം വന്ന് താമസിക്കാൻ 4 മുറിയുടെ പണി നടന്നു. നീയും ചോദിക്കുന്നതിൻ്റെ വൃത്തം വലുതായിരിക്കട്ടെ. നിനക്ക് വേണ്ടി, നിൻ്റെ മക്കൾക്ക് വേണ്ടി, നിൻ്റെ ചർച്ചിന് വേണ്ടി, നിൻ്റെ സഭയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരായിട്ട് പറഞ്ഞാൽ സമയം എടുക്കാമെന്ന്. ഒരു കസേര വേണമല്ലോ. പ്രായം കുറേ ആയില്ലയോ? ക്ഷീണിച്ചാൽ ലിലി പറഞ്ഞിരിക്കുവാണ് അങ്ങനെ പറയില്ലേ എന്ന്. ക്ഷീണിച്ചായിരുന്നോട്ടെ. PG വർഗീസ് ഇന്ന് വരെ ക്ഷീണിച്ചിട്ടില്ല. ക്ഷീണിക്കാൻ പദ്ധതിയില്ല. ഇതൊരു ഉദാഹരണം പറയാൻ എടുത്തതാണ്. ഞാൻ ഡോഹയിൽ പോയിട്ട് പ്രസംഗിച്ചു 2 ആഴ്ച ക്ലാസ്. ഭയങ്കര മീറ്റിംഗാണ്. അന്ന് വളരെ സ്ട്രിക്റ്റാണ്. ഭയങ്കര പേടി ആളുകൾക്ക് കേട്ടോ. അല്ല കുഞ്ഞെ ഞാനിപ്പോൾ അങ്ങ് എഴുന്നേക്കും കേട്ടോ. ഓക്കെ ശരി. ഓക്കെ ഇങ്ങോട്ട് നോക്കിയാട്ടെ. ഭയങ്കര മീറ്റിംഗ് കേട്ടോ. ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. വരാനൊക്കെ വലിയ പേടിയാണ്. സൗദി അറേബ്യയും ഖത്തറും അന്ന് 2 ആഴ്ചത്തെ മീറ്റിംഗ് അങ്ങ് അടിപൊളി മീറ്റിംഗ്. ഒരു ദിവസം ഒരാൾ പെർമിഷൻ വാങ്ങിച്ചു എന്നെ ഇടയ്ക്ക് വന്ന് കാണാനായിട്ട്. അവിടെ ഗൾഫിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ എല്ലാവർക്കും 1/2 മണിക്കൂർ, എവർക്ക് 1 മണിക്കൂർ. കാരണം മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്ന ആളിൻ്റെ അനന്തരവനാണ്. കരിയിലെ മുക്കിൽ തങ്കപ്പൻ അങ്കിളിൻ്റെ അനന്തരവൻ. പോയി ചോദിക്കണം തങ്കപ്പൻ തങ്കപ്പൻ ഇപ്പോഴും ഉണ്ട്. വന്നു, 2 പേരും ഇരുന്നു. അയക്ക് നല്ലവണ്ണം, ഭാര്യയ്ക്ക്, നിങ്ങൾ കേൾക്കുന്നെങ്കിൽ പിണങ്ങരുത്, ഭാര്യയ്ക്ക് അതിലും വണ്ണം. വന്നു വെച്ച് പറഞ്ഞു, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വെച്ച് കുറേ നാളുകളായി, വർഷങ്ങളായി. ഞങ്ങൾ 2 പേരും ലാബറട്ടറി ടെക്നീഷ്യനാണ്. ലാബറട്ടറി അല്ല, ലാബറട്ടറി ടെക്നീഷ്യനാണ്. ഗ്രാജുവേറ്റ്സാണ്. കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല. അവർക്ക് ഏതാണ്ട് കുഴപ്പം. അയാൾക്ക് ബീജം 0 0. അപ്പോൾ അവർക്കറിയാം കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലെന്ന്. പക്ഷേ ബ്രദറിൻ്റെ കഴിഞ്ഞ 10-12 ദിവസത്തെ പ്രസംഗം കേട്ടപ്പം ഒരു ചെറിയ വിശ്വാസം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ ലക്ഷക്കണക്കിനുണ്ടായിരിക്കേണ്ടത് 0. അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ 2-3 ഉദാഹരണങ്ങളിലൊക്കെ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ഞാൻ ആ സൗകര്യം ചോദിച്ചു, ആൺകൊച്ചു വേണോ പെൺകൊച്ചു വേണോ? അവരങ്ങ് ചിരിച്ചപ്പോൾ കസേര കിരീരാന്ന് ശബ്ദം കേട്ടു. കാരണം ചെറിയ വെയിറ്റ് കൂടുതലാണ്. പിണങ്ങല്ലേ പെങ്ങളെ കാണുമാതെങ്കിൽ, തങ്കപ്പനങ്ങളും പിണങ്ങരുത്. എന്നിട്ട് പറഞ്ഞു, എന്തായാലും ഓസിന് കിട്ടുമല്ലയോ, ഫ്രീ ആയിട്ട് കിട്ടുമല്ലയോ, ഇരട്ടയായി കേട്ടോ. അവിടെ വൃത്തം അവൾ വലുതാക്കി. 0 പറഞ്ഞു മനസ്സിലായോ? അവർ ലാബറട്ടറി ടെക്നീഷ്യൻസാണ്, ഗ്രാജുവേറ്റ്സാണ്. ഞാൻ 2 പേരുടെയും കൂടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. വലത്ത് കൈ സഹോദരിയുടെ തലയിൽ വെച്ചു, മറ്റേ കൈ അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിയുമ്പോൾ മല്ലപ്പള്ളിയുടെ അടുക്കൽ, കോഴഞ്ചേരി അടുക്കൽ ഒരു സ്ഥലത്ത് ഒരു മീറ്റിംഗ് നടത്തുകയാണ്. അന്നേരം പുറകിൽ ഒരാൾ താടിയൊക്കെ വളർത്തി. അന്നത്തെ കാലത്ത് താടി ആരും വളർത്തത്തില്ല. ഇവിടെയല്ലേ മനുഷ്യരെ കാണാനൊക്കത്തില്ല, എല്ലാത്തിനും താടിയാണ്. മുഖം കാണണ്ടായോ? ചില അപ്പന്മാരൊക്കെ കരയാന്ന് വിചാരിക്കും, എൻ്റെ മോനെ നിൻ്റെ മുഖം ഒന്ന് കാണാനൊക്കത്തില്ല, മുഴുവൻ താടിയാണ്. താടിയുള്ളൊരു പണങ്ങല്ലേ. എനിക്കും ഉണ്ടായിരുന്നു പണ്ട് താടി. ബ്ലേഡ് വാങ്ങിക്കാൻ നിവൃത്തിയില്ല, ഞാൻ താടി വളർത്തിയതാണ്. അതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ വളർത്തിയായിട്ട്. ആ താടിയൊക്കെ വളർത്തി മുണ്ടുമൊക്കെ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ പോണ്ട് പുറകെ ഇങ്ങനെ മാറി ഒരു മരത്തണലിൽ നിൽക്കുക. ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മുണ്ട് മടക്കി കുത്തിയത് അഴിച്ചിട്ടിട്ട് എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞില്ല. ഡോഹയെ വന്നപ്പോൾ ഇരട്ട കുഞ്ഞുങ്ങൾ പറഞ്ഞുകൊണ്ടുണ്ട്. പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യ. ഞാൻ ചോദിച്ചതിനെ ഈ താടി വെച്ചിരിക്കുന്നത്. അല്ല, ഭാര്യയുടെ പ്രസവം കഴിഞ്ഞിട്ട് താടി എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ പ്രസംഗിച്ചു, ഇനിയും ചോദിച്ചിട്ട് താടിയെടുക്കും. ഒരു കുഞ്ഞ്. അവിടെ വൃത്തം വലുതാക്കിയപ്പോഴും ഒരു കുഞ്ഞിനെ കിട്ടി. എവിടുന്നാ? 0 ബീജത്തിൽ നിന്ന്. ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യം ചോദിച്ചാട്ടെ. നിനക്ക് വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടി, നിൻ്റെ ഭാവിക്ക് വേണ്ടി, നിൻ്റെ ബിസിനസ്സിന് വേണ്ടി, നിൻ്റെ സഭയ്ക്ക് വേണ്ടി ഇത് നിറയണം. 1000 കസേര നിറയണം.
ആളുകൾ നിൽക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. എൻ്റെ മെസ്സേജ് തീർന്നില്ല കേട്ടോ, മെസ്സേജ് തീർന്നില്ല. പക്ഷേ ഇവിടെ നിർത്താൻ പോവാണ്. പ്രാർത്ഥിക്കാൻ ഒരു ആഗ്രഹം. ആർക്കാണ് ഒരു ഇമ്പോസിബിളായിട്ടുള്ള പ്രാർത്ഥനാ വിഷയമുള്ളത്? എഴുന്നേറ്റ് നിൽക്കാം. ഇമ്പോസിബിളായിട്ടുള്ള ഒരു വിഷയം, പ്രാർത്ഥനാ വിഷയം. എഴുന്നേറ്റ് നിൽക്കാം. ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്ന 25 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം പതുക്കെ പതുക്കെ എഴുന്നേക്കരുത്. ചിലർ എഴുന്നേറ്റ് കണ്ടാൽ ദൈവം പോലും വിചാരിക്കും, ഓ ഇത് എഴുന്നേക്കുന്നത് പോലും പതുക്കെയാണ്. ചാടി എഴുന്നേക്കണം. കർത്താവേ, ഞാൻ ഈ വിശ്വാസം പ്രസംഗിച്ചത് വെറുതെ അല്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരുടെ വീട്ടിൽ സംഭവിക്കട്ടെ. അത് സംഭവിക്കുന്ന ദിവസത്തിനായിട്ട് അഡ്വാൻസായിട്ട് സ്തോത്രം. കൈകൾ ഉയർത്തി അഡ്വാൻസായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ അത്ഭുതം വരുന്നുണ്ട്. ഇതാ അത്ഭുതം വന്നു കഴിഞ്ഞിരിക്കുന്നു. വരുന്നു, ഓടി ഓടി വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സാധിച്ചു കഴിയുമ്പോൾ എനിക്ക് 1 രൂപ തരണം, ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു തരണം. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ ചർച്ചിൻ്റെ എൻ്റെ അടുത്ത ആരാധന മേളിലായിരിക്കും. സ്തോത്രം. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചോ? എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. അതാണ് ഇങ്ങനെയുള്ള നിവാസന്മാരുടെ പ്രത്യേകത. ആ വാക്കുകൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും, നമ്മുടെ വൃത്തത്തെ വലുതാക്കും, നമ്മുടെ ക്യാൻവാസിനെ വലുതാക്കും. എത്രമാത്രം ക്യാൻവാസ് വലുതാണ്, അത്രമാത്രം ചിത്രം വലുതായിരിക്കും. ഞാൻ പറയാറുണ്ട്, അദ്ദേഹം പറഞ്ഞതുപോലെ നാം എത്ര സ്ഥലം ദൈവത്തിന് ഒരുക്കി കൊടുക്കുന്നു, അവിടെ നിന്നുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇന്ന് കേട്ട ദൂത് അതുമായിട്ട് വളരെ ബന്ധപ്പെട്ട ദൂതാണ്. ദൈവത്തിന് നിൽക്കുവാൻ എത്ര സ്ഥലം നാം ഒരുക്കി കൊടുക്കുന്നു, അവിടെ നിന്നുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആ സ്ഥലം എത്രമാത്രം വലുതാണ്, അതിനനുസരിച്ച് ദൈവപ്രവൃത്തിയും വലുതായിരിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. സമയങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദിവസം പ്രാർത്ഥിച്ചാട്ടെ, ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.